بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل أبل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة أول منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم ثم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وقض حوائجنا واشف أمراضنا وأد ديوننا يا ذا الجلال والإكرام. اللهم باركنا في جميع أمورنا خصوصا في أمرنا هذا يا رب العالمين. اللهم ارزقنا بكل حرف من القرآن حلاوة وبكل جزء من القرآن جزاء. اللهم اجعل الرأفة والرحمة والتقوى في قلوبنا يا ذا الجلال والإكرام. اللهم اجعل السلامة في ديننا يا حي يا قيوم. اللهم اجعل الأمن في ديارنا يا حي يا قيوم. اللهم اجعل العدل في ملوكنا وحكامنا يا أرحم الراحمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين. وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. فلما جاءهم بالبينات قالوا هذا سحر مبين ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام.
വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സദഖല്ലാഹുൽ അലീയുൽ അദീം. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിശുദ്ധ ഖുർആൻ പഠിക്കുക വഴി ഖൈറു ഉമ്മയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും സർവശക്തനായ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവരുടെ രോഗങ്ങൾക്കും അല്ലാഹു പരിപൂർണ ശമനം നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത്, ആത്മാഭിമാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വിദേശത്ത് ഇതിനൊക്കെ സഹായിക്കുന്ന, ഇതൊക്കെ ശ്രവിക്കുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, അല്ലാഹു തആല അവരുടെയൊക്കെ ജോലികളിൽ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കുടുംബത്തിൽ അല്ലാഹു റാഹത്ത് നൽകുമാറാവട്ടെ. ആമീൻ. നമ്മൾ വിശദീകരിച്ചു വരുന്ന സൂറത്ത് സഫ്. അതിവിശിഷ്ടമായ ഈ സൂറത്തിലെ 5 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. നമ്മൾ ഓതിവെച്ച ആയത്തുകളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് പരമാവധി ഇന്ന് പറഞ്ഞ് ബാക്കി അല്ലാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഒരുപാട് വിശദീകരണങ്ങൾ വരുന്ന സുപ്രധാനമായ ആയത്തുകളാണ് ഇന്ന് നമ്മൾ ഓതിവെച്ച ആയത്തുകൾ. ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് വന്നപ്പോ തിരുദൂതരെ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകളാണ് ഇതിൽ നമ്മൾ ആദ്യം ഓതിവച്ച 5-ാമത് വചനം. മാരകമായ പീഡനങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതർക്ക് വന്നു, രൂക്ഷമായ എതിർപ്പുകൾ വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ സമാധാനിപ്പിച്ചത്, നബിയെ, താങ്കൾക്ക് മുമ്പ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതുപോലെ ഒട്ടേറെ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ 1.25 ലക്ഷത്തോളം വരുന്ന അംബിയ മുർസലുകളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയ 5 പേരുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലുൽ അസ്മുകൾ എന്ന് പറയും, അസാധാരണ മനക്കരുത്തിന്റെ ഉടമകൾ എന്നർത്ഥം. അങ്ങനെയുള്ള ആ ഉലുൽ അസ്മുകളിൽപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് പ്രയാസങ്ങൾ പ്രബോധന രംഗത്ത് സഹിച്ചതാണ്. ജനങ്ങളുടെ ഒരു കാര്യം പറയുമ്പോൾ അതിനെ അവർ അവഗണിക്കുന്നതും പരിഹസിക്കുന്നതും, അങ്ങനെ നിരന്തരം പ്രവാചകർ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം നമ്മുടെ നബിയെ അല്ലാഹു തആല ഉണർത്തും. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ സഹോദരൻ മൂസ എന്നെക്കാൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ക്ഷമിച്ചിട്ടുണ്ട്. ഞാൻ സഹിക്കുന്നതിനേക്കാൾ പ്രയാസങ്ങൾ എന്റെ സഹോദരൻ മൂസ നബിക്ക് വന്നു, അദ്ദേഹം അത് ക്ഷമിച്ചു. അതുകൊണ്ട് ഞാനും ക്ഷമിക്കുകയാണ് എന്നാണ്. അങ്ങനെ നല്ലൊരു മാനസിക അവസ്ഥ, ക്ഷമ വരാനാണ് അല്ലാഹു തആല ഈ ആയത്തിറക്കി. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ لِمَ تُؤْذُونَنِي
وقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين وإذ قال موسى لقومه മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം യാ ഖൗം എന്റെ ജനങ്ങളെ ലിമത്തുഊനനി നിങ്ങൾ എന്തിനാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത് വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഞാൻ അല്ലാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് വന്ന റസൂലാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ടും എന്തിനാണ് നിങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു. അപ്പൊ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ തിരുതോർക്ക് എന്ത് വായിച്ചെടുക്കാം? നമുക്കും വായിച്ചെടുക്കാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ ജനങ്ങളോട് അങ്ങനെ പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ്. പ്രബോധന രംഗത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു പള്ളി, അല്ലെങ്കിൽ ഒരു മദ്രസ, അല്ലെങ്കിൽ ദീനീ സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ഏറെ പ്രയാസങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും, അകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ. എന്ന് കരുതി നമ്മളത് നിർത്തിവെക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? പ്രവാചകന്മാർ അവിടെ ദൗത്യ നിർവഹണം നിർത്തിവെച്ചിട്ടില്ല. ഏറ്റവും കാര്യപ്പെട്ടവർ, അള്ളാഹു ഏറ്റവും അനുഗ്രഹിച്ചവർ, അള്ളാഹുവിന്റെ ദൂതന്മാർ, അവർ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രയാസങ്ങളൊന്നൊന്നുമല്ല. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് പോലും സഫ് സൂറത്തിൽ 5-ാമത്തെ ഈ വചനം ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു റാഹത്ത്. എന്ത് പിന്നെന്താ ഞാന്? കാരണം മൂസ നബി കൃത്യമായി പറയാൻ, എന്റെ ജനങ്ങളെ എന്തിനാണ് നിങ്ങൾ എന്നെ കഷ്ടപ്പെടുത്തുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ്? ഇവിടെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് സംഭവങ്ങൾ മൂസ നബി പ്രയാസപ്പെട്ടു. മൂസ നബിക്ക് നല്ല സഹിഷ്ണുതയുണ്ടായിരുന്നു. അതിനാണ് അദ്ദേഹം 10 കൊല്ലം ആടിനെ നോക്കിയത്. 30 കൊല്ലം അദ്ദേഹം ഫിർഔന്റെ കൊട്ടാരത്തിലാ വളർന്നത്. 30 കൊല്ലം. അങ്ങനെയുള്ള അള്ളാഹു സാഹചര്യം ഒരുക്കിയത്. രണ്ടാം ഫറോവ അവന്റെ ഭരണം നഷ്ടപ്പെടാൻ ഈ മൂസ നബി കാരണമാണ്. അത് ജ്യോത്സ്യന്മാര് പറഞ്ഞിട്ടാണ്, അങ്ങനെ ഒരു കുഞ്ഞൂടെ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫിറഔൻ ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ കൊല്ലാൻ ഓർഡർ പ്രഖ്യാപിച്ചത്. ഒറ്റഘട്ടത്തിൽ തന്നെ 1,00,000 കുട്ടികളെ അന്ന് അവൻ കൊന്നുകളഞ്ഞു, അവന്റെ പട്ടാളക്കാർ. ആ സമയത്ത് മൂസ നബി വളർന്നു വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാന്റെ കളി. സാഹചര്യം അങ്ങനെ ആക്കി. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളർത്തിക്കൊണ്ടുവന്ന ഈ ഫിറഔന്, കാരണം അള്ളാന്റെ കൽപ്പന പ്രകാരം മൂസ നബിയുടെ ഉമ്മ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നദിയിലൊഴുക്കി. ആ പെട്ടി ഫിർഔന്റെ കിങ്കരന്മാരെ കയ്യിലാ കിട്ടിയത്. അവർ കൊട്ടാരത്തിൽ കൊണ്ടുപോയി തുറന്നു നോക്കുമ്പോൾ ചൊറുക്കുള്ളൊരു ആൺകുട്ടി. ഫിർഔൻ ഉടനെ പറഞ്ഞു, ആൺകുട്ടിയല്ലേ, കൊന്നോളൂ എന്ന് പറഞ്ഞു. അവരുടെ ഭാര്യ ആസിയ പറഞ്ഞു, വേണ്ട, നമുക്ക് ഏതാനും കുട്ടികളില്ല, ഈ കുട്ടിയെ നമുക്ക് വളർത്താം. ആ ഭാര്യ വല്ലാതെ പറഞ്ഞപ്പോ വളർത്താൻ തീരുമാനിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഈ കുട്ടിയാണ് നാശത്തിന് കാരണം. അള്ളാന്റെ പണിയാണത്. ആ കുട്ടിയെ ഈ ഫിർഔന്റെ കൈകളെ കൊണ്ട് തന്നെ വളർത്തി. അങ്ങനെ വല്ലാതെ ഭാര്യ പറഞ്ഞപ്പോ വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ കൊട്ടാരത്തിൽ കുറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവരോട് കുട്ടിക്ക് മുല കൊടുക്കാൻ പറഞ്ഞു. ഒരു പെണ്ണിന്റെ മനി കുട്ടി കുടിക്കൂടെ. മൂസ നബിന്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു. മൂസ നബിക്ക് ഒരു പെങ്ങളുണ്ടായിരുന്നു. ആ പെങ്ങള് വിവരങ്ങൾ അറിയാൻ വേണ്ടി മെല്ലെ കൊട്ടാരത്തിൽ വന്നിരുന്നു. ഇത് തന്റെ ആങ്ങളെ കുട്ടിയാണെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ആരമുലയും ഈ കുട്ടി കുടിക്കാത്ത അവസ്ഥ വന്നപ്പോ ഈ പെൺകുട്ടി പറഞ്ഞു, എന്റെ വീട്ടിലെ ഉമ്മയെ കൊണ്ടുവന്ന് ഒന്ന് കൊടുത്തു നോക്കട്ടെ എന്ന് ചോദിച്ചു. ആവാമെന്ന് പറഞ്ഞു. മൂസാ നബിന്റെ ഉമ്മ വന്നു. കുട്ടി മുല വേഗം കുടിച്ചു. അപ്പൊ ഫിർഔൻ പറഞ്ഞു, നിങ്ങൾ ഈ കൊട്ടാരത്തിൽ നിൽക്കണം, കുട്ടിക്ക് മുല കൊടുക്കണം. ഈ കുട്ടി ഉമ്മാന്റെ കുട്ടിയാണെന്ന് ഫിർഔൻ അറിയില്ല. ഞാൻ ദൈവം അവൻ അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ മൂസാ നബിന്റെ ഉമ്മ നയപരമായിട്ട് കൈകാര്യം ചെയ്തു. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ലെന്നോ, വേണമെങ്കിൽ കുട്ടിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അങ്ങനെ കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. മൂസാ നബിന്റെ ഉമ്മാക്ക് അല്ലാഹു തആല സന്ദേശം നൽകിയതാ, ധൈര്യമായിട്ട് പെട്ടിയിലാക്കി നദിയിലൊഴുക്കിക്കോളി, നിങ്ങളെ കയ്യിലെത്തിച്ചു തരും. അതേപോലെ എത്തിച്ചു. പിന്നീട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കൂ, ആ കൊട്ടാരത്തിൽ വളർന്നു 30 കൊല്ലം ഫിർഔന്റെ ഉപ്പും ചോറ് നിന്ന് വളർന്നു.
അങ്ങനെയാണ് ഒരു പാവപ്പെട്ട ഇസ്രായേലിയെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ജോലി, കൊട്ടാരത്തിലെ ഭക്ഷണം പാകം ചെയ്യുന്ന അതിന്റെ ചുമതല നിർവഹിക്കുന്ന ഒരു കാര്യപ്പെട്ട ആളുണ്ട്, ഫിറൗന്റെ ഏറ്റവും അടുത്ത ആളാ. അയാള് പാവപ്പെട്ട ഇസ്രായേലിയെ ഒരു വിറകിന്റെ വലിയൊരു കെട്ട് അതങ്ങോട്ട് എത്തിച്ചു തരണം എന്ന് പറഞ്ഞ് കഴിയാത്ത കാര്യം ഏൽപ്പിച്ച് അതിന്റെ പേരിൽ അവർ വഴക്ക് കൂടാണ്. അനീതി കണ്ട മൂസാ നബിക്ക് സഹിക്കാൻ കഴിയില്ല, ഒരൊറ്റടി കൊടുത്തു ആ കിബിത്തിയെ. അയാൾ കൊട്ടാരത്തിലെ കാര്യപ്പെട്ട ആളാ. പക്ഷെ മൂസാ നബി അടിച്ചത് കൊല്ലാനൊന്നല്ല, പക്ഷെ മർമ്മത്തടി കൊണ്ട് ഇയാൾ വീണ് മരിച്ചു. അതോടുകൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകെ പ്രശ്നമാവുന്നറിയാം. കാരണം അത്രയും ഫിറൗനോട് അടുത്ത ആളാണ് കൊല്ലപ്പെട്ടുള്ളത്. ആകെ പ്രശ്നവും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ഈജിപ്തിലെ കൈറോവിൽ നിന്ന് നാട് വിട്ടു. അദ്ദേഹം വളരെ സാഹസപ്പെട്ടാണ് നാട് വിട്ടത്. അങ്ങനെ അദ്ദേഹം പോയത് മദിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. യാദർശികമായി അദ്ദേഹം മദിയനിൽ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികെ എത്തിപ്പെട്ടു. അന്ന് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ചതിന്റെ ശേഷം വിശ്രമ ജീവിതം നയിക്കും. ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഷുഐബ് നബി പറഞ്ഞു, താങ്കൾ പേടിക്കട, ഇത് ഫിറഔന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമല്ല, ഇങ്ങോട്ട് അയാൾ വരൂല. അങ്ങനെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തണലിൽ, അന്ന് മൂസാ നബി നബി ആയിട്ടില്ല, 30 വയസ്സാണ്. അങ്ങനെയാണ് ഷുഐബ് നബി ഒരു പണി ഏൽപ്പിച്ചത്. എന്റെ ആടുകളെ നിങ്ങൾ നോക്കണം. 9 കൊല്ലം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 10 കൊല്ലം അയാൾ നന്നായി എന്റെ മകളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 10 കൊല്ലം ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആടുകളെ നോക്കി ഒരാട് ജീവിതം നയിച്ചു. പിന്നീട് അദ്ദേഹം ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകളെ കല്യാണം കഴിച്ചിട്ട് നേരെ മദിയനിൽ നിന്ന് വീണ്ടും കൈറോവിലേക്ക് വന്നു. കൊല്ല സംഭവ വരവിലാണ് അദ്ദേഹത്തിന് അള്ളാഹു സീനാ പർവ്വതത്തിൽ നിന്ന് എന്ത് കൊടുത്തത്? നബുവത്ത് കൊടുത്തത്. കൊല്ല സംഭവങ്ങളാണ് പറഞ്ഞു വരുന്നത്. കൊട്ടാരത്തിൽ 30 കൊല്ലം ജീവിച്ച അദ്ദേഹത്തെ പെട്ടെന്ന് പ്രവാചകനാക്കിയാൽ ജനങ്ങളോട് ഇടപഴകാൻ പ്രയാസവും. ഏത് കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ നിലക്കും സുഖത്തോടുകൂടെ ജീവിച്ച് പിന്നെ ജനങ്ങളിലേക്ക് ഒരു പ്രവാചകനായിട്ട് വന്നാൽ ജനങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ആകെ പ്രകോപിതനാവും. അതുകൊണ്ട് 10 കൊല്ലം ആടിനെ നോക്കിയത് കൊണ്ട് ശരിക്കും മെരുങ്ങി കിട്ടി. ഇനി ഒന്നും പ്രശ്നമില്ല. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 10 കൊല്ലത്തിന്റെ ശേഷം ഇപ്പൊ ജനങ്ങൾ കൊലപാതകത്തിന്റെ കാര്യമൊക്കെ മറന്നിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് വന്നു, തിരിച്ചു. അങ്ങനെ ഫിർഔനിനെ അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് വിളിച്ചു. പിന്നെ ആകെ പ്രശ്നമായി. നമുക്ക് ചിന്തിച്ചാൽ അറിയാമോ, 30 കൊല്ലത്തോളം തന്റെ കൊട്ടാരത്തിൽ ജീവിച്ച് ഇപ്പൊ താൻ ദൈവമല്ല എന്ന് പറയാൻ വന്നിരിക്കാം. ഏതായിരുന്നാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടുകൊടുത്തില്ല. എല്ലാ പ്രതിസന്ധികളെയും പൂമാല പോലെ അദ്ദേഹം സ്വീകരിച്ചു. രൂക്ഷമായ എതിർപ്പുകളെ, മർദ്ദനങ്ങളെ ബൊക്കെ വാങ്ങുന്നത് പോലെ അദ്ദേഹം അത് സ്വീകരിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹം ജനങ്ങളോട് നിഷ്കളങ്കമായിട്ട് ചോദിച്ചതാ, ഞാൻ അള്ളാഹുവിൽ നിന്ന് റസൂലാണെന്ന് നിങ്ങൾക്കറിയാം, എന്തിനാണ് നിങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തുന്നത്? പക്ഷേ അള്ളാഹു പറയുന്നത്, അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയപ്പോ അല്ലാഹു ഹൃദയത്തെ കളഞ്ഞു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ധിക്കാരികളായ ഒരു ജനതയെ അല്ലാഹു താനും അവർക്ക് മാർഗദർശനം നൽകില്ല. അവരെ അല്ലാഹു നേർമാർഗത്തിലാക്കില്ല. ധിക്കാരം പാടില്ല. ഇവിടെ ഈ ആയത്തിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹിച്ച പ്രയാസങ്ങളിലേക്ക് വിരൽ ചൂണ്ടി നമ്മുടെ നബി അല്ലാഹു സമാധാനിപ്പിക്കുക. അപ്പൊ അതുപോലെ നിങ്ങൾക്കും വരും. അന്ത്യപ്രവാചകൻ സഹിച്ചത് എത്ര? അപ്പൊ നബിക്ക് ഭയങ്കര ക്ഷമ പറഞ്ഞു. അബൂജഹൽ എത്ര പ്രയാസപ്പെടുത്തി. റസൂലുള്ളാന്റെ പിതൃവന അബൂലഹബ്, പിതൃവന നേരെ അല്ലെ, പിതൃവന ഈ അബൂലഹബിന്റെ മകൻ നബിയുടെ കുപ്പായം വലിച്ചു കീറിയിട്ട് തുപ്പി മേലെ. തബ്ബത്ത് സൂറത്ത് അവതരിച്ച ഉടൻ അബൂലഹബിനെ ആക്ഷേപിച്ച സൂറത്താണ്. അതുകൊണ്ട് അബൂലഹബിന്റെ മകൻ അതിൽ പ്രകോപിതനായി വന്നിട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ തിരുദൂതരുടെ കുപ്പായം വലിച്ചു കീറിയിട്ട് മേലേക്ക് തുപ്പി. പ്രവാചകനത് സഹിച്ചു. തലയിൽ മണ്ണ് വാരിയിട്ടു ശത്രുക്കൾ പിടിച്ചു വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുമായിരുന്നു. വേസ്റ്റ് കൂട്ടിയിട്ടത് അത് നബിയുടെ മേലെ തെറിയുമായിരുന്നു. പിന്നെ വാക്കുകളെ കൊണ്ട്, മൂർച്ചയേറിയ വാക്കുകളെ കൊണ്ട് നബിയെ മുറിപ്പെടുത്താൻ അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രവാചകർ അതൊക്കെ ക്ഷമിച്ചു. നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്
അദ്ദേഹത്തെ ഒരാള് അമ്മായി എന്ന് പറഞ്ഞ് കളിയാക്കി. അദ്ദേഹം അത് കേട്ടോത്രേ. ഒരു പച്ചശാള് ഇങ്ങനെ തലയിലൂടെ ഇട്ട് പോകുമ്പോഴാണ് അമ്മായി പോകുന്നത് കണ്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അത് കേൾക്കാത്ത ഭാവം നടിച്ചു. തന്റെ ശിഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ, അദ്ദേഹം അമ്മായി എന്ന് വിളിച്ചു. അപ്പൊ ശംസുലുമ്മ പറഞ്ഞു അത്ര, ഞാനത് കേൾക്കാത്തത് കൊണ്ടല്ല. 4 ആളുകൾ നമ്മളെ പരിഹസിക്കുമ്പോൾ 4000 ആളുകളെ അല്ലാഹു തആല നമ്മളെ മദ്ഹ് പറയാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സമാധാനിച്ചാൽ മതി. അപ്പൊ നോക്കൂ, എല്ലാവർക്കും വരുന്നതാണ് ഇതൊക്കെ. അതൊക്കെ ആ പരിഹസിക്കുന്നവർ അവരുടെ സംസ്കാരം കാണിക്കുക. നമ്മളെ സംസ്കാരം കാണിച്ചാൽ മതി. അതേ നാണയത്തിൽ തിരിച്ചടിക്കേണ്ടതില്ല. അതിന് വിട്ട് പരിഹസിക്കുന്നവർക്കും മറ്റും അവരെ നാവ് അവർ ഉപയോഗിച്ചുള്ള തിക്തഫലം അവർക്ക് ഇയാൾക്ക് കിട്ടിയില്ലേ? മഹാനായ ഉസ്താദ് അവറുകളെ, മഹാനായ ശംസുൽ ഉലമയെ അങ്ങനെ വിളിച്ച കളിയാക്കിയ ആളുടെ 2 കവിളിലും മാരകമായ മുറിവ് വന്ന് ഒരു മരുന്നും ഫലിക്കാതെ എപ്പോഴും ഒരു നീരിങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്ന് അവസാനം അദ്ദേഹം ഒരു തോർത്ത് കൊണ്ടുകൊണ്ട് പുറച്ചു നടക്കുന്നൊരവസ്ഥ. ശരിക്കും അമ്മായിയാക്കി തീ കൊള്ളികൊണ്ട് അയാൾ തല ചൊറിഞ്ഞതാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ വല്ലാതെ പരിഹസിച്ച ആസിബിന് വായിൽ മാരകമായ രോഗമാണ് അവനിക്ക് വന്നത്. വൃത്തികെട്ട രൂപത്തിലാണ് മരിച്ചത്. തബ്ബല്ലക്ക് എന്ന് പറഞ്ഞ് പ്രവാചകരെ അവഹേളിച്ച അബൂലഹബ് മരിച്ചിട്ട് മറവ് ചെയ്യാൻ ആളില്ലാതെ 3 ദിവസം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഭൂമിയുടെ ഉപരിതലത്തിൽ കിടന്നു. വാസനിച്ചിട്ട് ഒരാൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥ. പ്രവാചകരുടെ മേലൊക്കെ തുപ്പിയ അബൂലഹബിന്റെ മകനോട് അന്ന് നബി പറഞ്ഞതാ, നിന്നോടൊക്കെ ഏറ്റുമുട്ടുന്നത് മൃഗമായിരിക്കും, നരി പിടിക്കുക ചെയ്തത്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ എന്ത് ചെയ്തു? എവിടേക്കും പറഞ്ഞേക്കൂല അബൂലഹബ് മകനെ. മുഹമ്മദ് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കും. ഒരു ഉള്ളിലറിയ പേടിയുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നാണ് അവനെ ഒരു നരി വന്നിട്ട് കടിച്ചു കൊണ്ടുപോയത്. നരി കടിച്ചു കൊണ്ടുപോകുന്ന ഇത് നമുക്ക് തർക്കമുണ്ടാവില്ല. നരിക്കൂട്ടിൽ കുടുങ്ങിയിട്ട് ഡൽഹിയിൽ കണ്ടില്ലേ ഒരുത്തനെ? ആദ്യ കഴുത്തിനറക്കും, ശരിക്ക് കൃത്യമായിട്ട് ജീവനാണ് കളയും. ഓരോ ജീവികൾക്ക് അല്ലാഹു കൊടുത്ത കഴിവുകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പരിഹസിക്കുന്നവർക്കും മറ്റും അവർ കിട്ടും. അങ്ങനെ ക്ഷമിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഈ ആയത്തിറങ്ങലോടുകൂടെ ഈ വിഷയത്തിൽ നബിക്ക് വല്ലാത്ത സമാധാനം വന്നു. ഇനി നോക്കൂ, ഈസ നബിയിലേക്ക് അല്ലാഹു പ്രവേശിക്കുകയാണ്. وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إِسْرَائِيلَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ. ഇത് നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇത് വളരെ സുപ്രധാനമായ ഒരു വചനമാണ്. സഫ് സൂറത്തിലെ 6-ാമത്തെ ആയത്ത്. وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ, മറിയമിന്റെ പുത്രൻ മസീഹ് ഈസ പറഞ്ഞ കഥ നീ ഓർക്കണം. അള്ളാഹു നമുക്ക് കഥ പറഞ്ഞു തരാം. മറിയമിന്റെ പുത്രൻ മസീഹ് ഈസ പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? യാ ബനീ ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് അള്ളാഹുവിൽ നിന്ന് വന്ന റസൂലാകുന്നു. ഈസ നബി തന്റെ ജനതയോട് പറയണം, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ അള്ളാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് വന്ന റസൂലാണ്. ഞാൻ എന്തിനാ വന്നതെന്നറിയുമോ? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, തന്റെ മുന്നിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, തൗറാത്തിനെ എതിർക്കാനല്ല. ومبشرا برسول يأتي من بعد اسمه أحمد, എന്റെ ശേഷം അഹ്മദ് എന്ന് പേരുള്ള ഒരു റസൂല് വരും. ആ റസൂല് വരുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. فلما جاءهم بالبينات, ആ റസൂല് വ്യക്തമായ തെളിവുകളുമായിട്ട് അവരുടെ അരികെ വന്ന് ഫഖാലു ഹാദാ സിഹ്റുൻ മുബീൻ, ഇത് വ്യക്തമായ ജാലവിദ്യയാണെന്ന് അവർ പറഞ്ഞു. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയാണ്, ഞാൻ വന്നത് 2 കാര്യത്തിനാണ്. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ഞാൻ വന്നത് തൗറാത്തിനെ സത്യപ്പെടുത്താനും എന്റെ ശേഷം അഹ്മദ് എന്നു പേരുള്ള അന്ത്യപ്രവാചകൻ വരും. ആ നബിയുടെ വരവിന് സ്വാഗതമരുളാൻ, ആ സുവിശേഷം നിങ്ങൾ അറിയിക്കാൻ, അതിനാ ഞാൻ വന്നത്. അപ്പോ നസ്വാറാക്കൾക്ക് മനസ്സിലാക്കാലോ, അന്നത്തെ വേദക്കാർക്ക് മനസ്സിലാക്കാലോ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന്. പക്ഷെ ഈ മുഹമ്മദ് നബി വന്നപ്പോ അവർ പറഞ്ഞു, ഇല്ല, സ്വീകരിക്കൂല.
അവർ ധിക്കാരം കാണിച്ചു എന്നാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, വഇദ് ഖാല ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ മസീഹ് ഈസ പറഞ്ഞ സന്ദർഭം അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് ചില ആളുകളുടെ തെറ്റായ നിലപാടിന് മറുപടിയാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദൈവപുത്രനാണ്, മസീഹ് ഇബ്നുല്ലാഹ് എന്ന് പറയുന്നവരുണ്ട്, അള്ളാഹുവിന്റെ പുത്രനാണ്. ഒരിക്കലും ശരിയല്ല, ഒരിക്കലും ശരിയല്ല, അങ്ങനെ ഒരു സംഗതിയില്ല. മറിയമിന്റെ പുത്രനാണ്, അള്ളാഹുവിന്റെ മകൻ, ഒരിക്കലും പറയാൻ പാടില്ല. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്ന് പറഞ്ഞത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അന അബ്ദുല്ലാഹ് എന്നാണ് അദ്ദേഹം തൊട്ടിലിൽ കിടന്ന് പറഞ്ഞത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. ഇവിടെ ചില തെറ്റായ ധാരണകൾ ക്രിസ്ത്യാനികൾ ഈ വിഷയത്തിൽ പല തട്ടിലാണ്. അവരെന്തൊക്കെ പറയുന്ന അവർക്ക് തന്നെ അറിയില്ല. കുറെ ആളുകൾ പറയും ഈസ നബി ദൈവപുത്രനാണ്, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. ചിലര് പറയുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്നാണ്. ചിലര് യേശു ക്രിസ്തുവും മറിയമും അള്ളാഹു ഇത് മൂന്നും കൂടിയതാണ് ദൈവം എന്ന് പറയുന്നത്. ചിലര് അള്ളാഹു, ജിബ്രീല്, അതുപോലെ തന്നെ ഈസ ഇത് മൂന്നും കൂടിയതാണ് ദൈവം. ത്രിത്വം എന്ന് പറയും, ത്രിയേകത്വ സിദ്ധാന്തം. എന്നാൽ ഇതിനെ തെളിയിക്കാൻ ഇവർക്ക് സാധിക്കും? ഇല്ലല്ലോ. ഇതൊക്കെ ആളുകൾ യോഗം കൂടി തീരുമാനിക്കുന്ന ചില സംഗതികളാണ്. അതല്ലാതെ ഇതിനൊന്നൊരു പിൻബലമില്ല. ആർക്കും ചിന്തിച്ചാൽ അറിയാം, അള്ളാഹു അഹദാണ്, ഏകനാണ്. പിന്നെ ഇവർക്കൊരു ന്യായം എന്താ പറയാനുള്ളത്? അള്ളാഹുവിന്റെ പുത്രനാണ് ഈസാ നബി എന്നതിന് ഈസാ നബിക്ക് ഉമ്മയേ ഉള്ളൂ, ഉപ്പല്ല എന്നാണ്. അള്ളാഹു റൂഹൂദിയതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വലിയ മകനാകണം. കാരണം ആദം നബിക്ക് ഉമ്മിയില്ല, ഉപ്പില്ല. അപ്പൊ പൂർണ്ണമായിട്ടും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയത് കൊണ്ട് അള്ളാഹുവിന്റെ വലിയ മകൻ ആദം നബി ആകണ്ടേ? അങ്ങനൊന്നില്ല. കാരണം സഹോദര, അള്ളാഹ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അവൻ ഏകനാ. വേറെ ഒരു ശക്തിക്കും അങ്ങനല്ലോ. വേറൊക്കെ നശിക്കുന്നവരല്ലേ ആരാണെങ്കിലും. അമ്പിയാക്കളും മലക്കുകളും ജിന്നുകളും എല്ലാം നശിക്കുന്നതല്ലേ. അള്ളാഹു അങ്ങനല്ലല്ലോ. അള്ളാഹു ദാത്ത്, സത്ത, സിഫാത്ത്, വിശേഷണങ്ങൾ, അഫ്ആല്, പ്രവൃത്തികൾ, ഈ വിഷയത്തിൽ അള്ളാഹ് ഏകനാണ്. ഈസ നബി അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈസ നബിക്ക് കൊടുക്കേണ്ടി വരൂലേ? ഉസൈർ അള്ളാഹുവിന്റെ മകനാണെന്ന് ജൂതന്മാര് പറഞ്ഞു, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണെന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു. ഇതൊന്നും ശരിയല്ലല്ലോ. അപ്പൊ ദാത്തില് ഇവിടെ വേറെ ഉണ്ടായി എന്ന് വരും. എന്തുകൊണ്ട്? ഒരു കോഴിക്ക് ജനിക്കുന്ന കുഞ്ഞ് കോഴിക്കുട്ടി, ഒരു കോഴിക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞ് ആ കോഴിയുടെ വർഗത്തിലാണ്. ഒരു ആടിന്റെ കുട്ടി സഹോദര ആടിന്റെ വർഗത്തിലാണ്. ഏതും അങ്ങനെയല്ലേ. ഒരു കാക്കയുടെ കുട്ടി കാക്കന്റെ വർഗത്തിലാ, ഒരു തത്തമ്മയുടെ കുട്ടി തത്തയുടെ വർഗത്തിലാ, ആനയുടെ കുട്ടി ആന വർഗത്തിലാ. അള്ളാഹുവിനിക്കൊരു മകനുണ്ടായിരുന്നു പറഞ്ഞാൽ അള്ളാന്റെ വർഗത്തിൽ കൂടെ അപ്പൊ രണ്ടെണ്ണം വരൂലേ? അത് അസംബന്ധിയാണ്. അതുകൊണ്ട് ഒരു അടിസ്ഥാനമില്ല. എന്തായിരുന്നാലും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ വന്നത് എന്തിനാ? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, തന്റെ മുന്നിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്താനാണ്. അതങ്ങനെ പറയാൻ കാരണം തൗറാത്ത് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്തത്. അതിന്റെ ശേഷമാണ് ഈസ നബി ഇഞ്ചീലുമായി വരുന്നത്. ഈ ആളുകൾക്ക് വാശിയുണ്ടായ വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ മൂസാ നബിയുടെ ആളുകളുടെ ധാരണ ഈ തൗറാത്തിനെ എതിർക്കാനാണ് മഹാനായ ഈസാ നബി വന്നതെന്നാണ്. അവർക്ക് അങ്ങനെ തെറ്റിദ്ധാരണ വന്നതാണ്. ഈസാ നബി വന്നത് തൗറാത്തിനെ എതിർക്കാനാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. പ്രത്യേകിച്ച് മൂസാ നബിയുടെ ജനതക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം അള്ളാഹു താല കൊടുത്തിരുന്നു. ശനിയാഴ്ചയായിരുന്നു. ഈസാ നബിക്ക് കൊടുത്തതോ ഞായറാഴ്ച. അതൊക്കെ ശരീഅത്തിലെ സ്വല്പം മാറ്റങ്ങളും വ്യത്യാസങ്ങളുമാണ്. അത് അള്ളാന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകന്മാർ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇത് അങ്ങനെ ദിവസം മാറ്റിയ സാഹചര്യത്തിൽ അതിന്റെ പേരിൽ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇത് തൗറാത്തിനെ എതിർക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് കൂടി ഒരു മറുപടി കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല എനിക്ക് തൗറാത്തിനെ എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം തൗറാത്ത് അള്ളാന്റെ ഗ്രന്ഥമാണ്. ഒരു വേദഗ്രന്ഥം എതിർക്കേണ്ട ആവശ്യമില്ല. തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഖുർആന് ഇത് അള്ളാന്റെ വേദഗ്രന്ഥങ്ങളാണ്. പക്ഷെ ഇന്ന് എന്തില്ല? തൗറാത്തോ ഇഞ്ചീലോ ഇന്നില്ല. ഇന്നുള്ള ബൈബിൾ ഇതുമായി യാതൊരു ബന്ധവുമില്ല. അറബി പാൽക്കായം എന്ന് പറയുന്ന പോലെ പാൽക്കായവും ഈ അറബിയും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല.
എന്നതുപോലെ ഇവര് പറയുന്ന ബൈബിളും അതുപോലെ തന്നെ ഇന്ന് കൊണ്ട് നടക്കുന്നതും യഥാർത്ഥ തൗറാത്തും ഇഞ്ചീലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അതൊക്കെ എന്നോ കാലഹരണപ്പെട്ടു പോയി. കാരണം അത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു അങ്ങനെ ചെയ്യൂ. അപ്പൊ പഠിച്ചോന്റെ തീരുമാനം. എന്നാൽ ഞാൻ തൗറാത്തിനെ സത്യപ്പെടുത്താൻ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൗറാത്തിലുള്ള അതേ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനല്ല. അങ്ങനെ പിന്നെ ഇഞ്ചീലിന്റെ ആവശ്യമില്ല. അടിസ്ഥാന വിഷയത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. എന്നാൽ കാലോചിതമായി ചില വിഷയങ്ങൾ ചിലപ്പോൾ ഹലാലായത് ഹറാമാവും. അത് ആലു ഇമ്രാൻ സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഈസാ നബി തന്റെ ജനതയോട് ഇങ്ങനെ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും. ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ദൃഷ്ടാന്തങ്ങളുമായി വന്ന പ്രവാചകനാണ്. അന്നീ അഖ്ലുഖു ലകും മിനത്ത്-ത്വയ്രി കഹൈഅത്തി-ത്വയ്ർ. ഞാൻ നിങ്ങൾക്ക് മണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാകും. ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. എന്നിട്ട് അതിൽ റൂഹ് ഊതിയിട്ട് അള്ളാന്റെ അനുമതി പ്രകാരം അതിനെ പറപ്പിക്കും. മനസ്സിലായോ? അത് ഈസാ നബി താൻ പ്രവാചകനാണ് എന്നതിന് അല്ലാഹു തആല ഒരു തെളിവ് കൊടുത്തത്. വഉബ്രിഉൽ ലക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്. ഞാൻ വെള്ളപ്പാണ്ട് ഞാൻ സുഖപ്പെടുത്തി കൊടുക്കും. അതുപോലെ മരിച്ചവരെ ഞാൻ അള്ളാന്റെ അനുമതി പ്രകാരം ഞാൻ ജീവിപ്പിക്കും. വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ. നിങ്ങൾ ഭക്ഷിക്കുന്നതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിവ് തരും. വമാ തദ്ഖിറൂന ഫീ ബുയൂതികും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഈസാ നബി പറയാ, നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. എനിക്ക് വേണമെങ്കിൽ എന്ത് പറയാ, നിങ്ങളെ വീട്ടിൽ എന്താ ഉള്ളത് മറഞ്ഞ കാര്യം എനിക്ക് അറിയുന്നതാണ് ഞാൻ പറയാം. നിങ്ങളെ വീട്ടിൽ ഫ്രിഡ്ജില്ല. നിങ്ങൾ പറയാം ഭയങ്കര ആട്ടങ്ങള്. അതൊക്കെ കൊട്ടക്കണക്കിന് ആർക്കും പറയാം അല്ലേ? നേരെ മറിച്ച് സഹോദര, കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയോ? നിങ്ങളെ വീട്ടിലുള്ള അലമാരയിലുള്ള ഭരണിയിലുള്ള പഞ്ചസാരന്റെ അളവ് കൃത്യമായിട്ട് പറയാം? ഇല്ല. ഒരു സുമാറ് പറഞ്ഞ ചിലപ്പോൾ പഞ്ചസാര പറ്റി കഴിഞ്ഞിട്ടുണ്ടാവും, പാളിപ്പോ. ചിലപ്പോ ഞാൻ പറയും നിങ്ങളെ വീട്ടിൽ ഫ്രിഡ്ജില്ലേ, നിങ്ങളാ ഫ്രിഡ്ജ് കേട് വന്നിട്ട് ചിലപ്പോൾ നന്നാക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും, അതുപോലും പാളിപ്പോ. നിങ്ങളെ വീട്ടിൽ മിക്സില്ലേ, അതും ചിലപ്പോൾ കിടക്കാൻ സാധ്യതയുണ്ട്. അത് അയൽപ്പക്കത്തേക്ക് ചിലപ്പോൾ കല്യാണത്തിന് ഒന്നായിട്ട് അരക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അതും പിഴക്കും. ഇതങ്ങനല്ല, കൃത്യമായിട്ട് പറയാണ്. എന്നിട്ട് പറയാണ്, ഇന്ന ഫീ ദാലിക ലആയതൻ ലകും ഇൻ കുൻതും മുഅ്മിനീൻ. മൂസാ നബി പറയാണ്, ഇതിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. പിന്നെ ഞാൻ വന്നത് എന്തിനാ? വമുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്. സഫ് സൂറത്തിൽ പറയുന്നത് പോലെ അല്ലാഹു തആല ആലു ഇംറാൻ സൂറത്തിലെ 50-ാമത്തെ വചനത്തിലും പറയുന്നു, തൗറാത്തിൽ നിന്നുള്ളതിനെ സത്യപ്പെടുത്താനും അതിനാണ് ഞാൻ വന്നത്. മാത്രമല്ല വലി ഉഹില്ല ലക്കും ബഅദല്ലദീ ഹുർരിമ അലൈക്കും. നിങ്ങളുടെ പേരിൽ നിഷിദ്ധമാക്കപ്പെട്ട ചിലതിനെ അതിനെ അനുവദനീയമാക്കാനുമാണ്. അപ്പൊ ചിലതൊക്കെ എന്തെയും മാറ്റം വരുത്തും, ചിലതൊക്കെ മാറ്റം വരുത്തും. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുകയും അതുപോലെ എനിക്ക് വഴിപ്പെടുകയും ചെയ്യുകയും എന്ന് അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞത് ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ആരും എതിർക്കേണ്ട ആവശ്യമില്ല, ഞാൻ വന്നത് തന്റെ മുന്നിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്താനാണ്, തൗറാത്തിനെ സത്യപ്പെടുത്താനാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ വലിയൊരു പോയിന്റ്, അതാണ് നമ്മുടെ വലിയ വിഷയം. അതെന്താ? വമുസദ്ദിഖൻ ലിമാ ബൈന. പിന്നെ പറയുന്നത് വമുബശ്ശിറൻ ബിറസൂൽ. ഒരു റസൂലിനെ പറ്റി ഞാൻ സന്തോഷ വാർത്ത അറിയിക്കാനും. യഅ്തീ മിൻ ബഅദി. ആ റസൂൽ എന്റെ ശേഷം വരും. ഇസ്മുഹു അഹ്മദ്. ആ റസൂലിന്റെ പേര് അഹ്മദ് ആകുന്നു. എന്റെ ശേഷം അഹ്മദ് എന്ന പേരുള്ള ഒരു റസൂല് വരും. ആ റസൂല് വരുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം നമ്മൾ. നോക്കൂ, ഈസാ നബി നമ്മുടെ വരവിനെ പറ്റി കൃത്യമായിട്ട് പറയാണ്. അഹ്മദ് അഹ്മദ് എന്നാ പറഞ്ഞു. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് അള്ളാഹു ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട പേരേതാണ്? അഹ്മദ്, മുഹമ്മദ്. പ്രധാനപ്പെട്ട പേരതാണ്. ഒരുപാട് പേരുകളുണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർക്ക്. അതിൽ അതിവിശിഷ്ടമായ പേര് അള്ളാഹു വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച പേരാണ് അഹ്മദ്. അഹ്മദ് എന്ന് ഖുർആനിൽ ഒരു വട്ടം വന്നിട്ടുണ്ട്.
മുഹമ്മദ് എന്ന് വിശുദ്ധ ഖുർആനിൽ 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒന്ന് പരിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാൻ സൂറത്തിലാണ് ഒന്ന് വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് എന്ന് 4 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല, പരിചയപ്പെടുത്താൻ. ഉഹദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർ ഷഹീദായിട്ടെന്നുള്ള കിംവദന്തി പരന്നു. ശത്രുക്കളാണ് അങ്ങനെ പ്രചരിപ്പിച്ചത്. അതോടുകൂടെ സഹോദര നമ്മുടെ ആളുകൾ ചതറിയോടി ആകെ ഭയവിഹ്വലരായി. അള്ളാഹിന്റെ തിരുദൂതർ ഷഹീദായെങ്കിൽ ഇനി എന്ത് യുദ്ധം? ആകെ നിരാശപ്പെട്ടു. അങ്ങനെ അവര് ഓടി, ചതറിയോടി. ആ സമയത്ത് ആയത്തിറക്കി അല്ലാഹ്. ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത ഔ ഖുതില ഗലബ്തും അലാ അൽഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു الشാകിരീൻ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ആ നബിയുടെ മുമ്പ് ഒട്ടേറെ പ്രവാചകന്മാർ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫഇൻ മാത ഔ ഖുതില ഗലബ്തും അലാ അൽഖാബികും. ആ റസൂല് മരിക്കട്ടെ അല്ലെങ്കിൽ കൊല്ലപ്പെടട്ടെ, നിങ്ങൾ പിന്തിരിഞ്ഞോടാൻ പാടുണ്ടോ? നിങ്ങൾ പിറകോട്ട് പോകാൻ പാടുണ്ടോ? റസൂല് ഷഹീദായി എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ ഓടിയത്. അള്ളാഹ് ചോദിക്കാണ്, റസൂല് മരിച്ചു, റസൂല് അല്ലെങ്കിൽ ഷഹീദായി കൊല്ലപ്പെട്ടു, സ്വാഭാവിക മരണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈകളാൽ കൊല്ലപ്പെട്ടു, രണ്ടാണെങ്കിലും നിങ്ങൾ ഓടാൻ പാടുണ്ടോ? നിങ്ങൾ ഓടാൻ പാടുണ്ടോ? അള്ളാഹു ചോദിക്കാം. റസൂല് അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹ് ഇഷ്ടം പോലെ ചെയ്യും. റസൂല് മരിച്ചാലും റസൂല് കൊല്ലപ്പെട്ടാലും നിങ്ങൾ യുദ്ധ അണിയിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ പാടുണ്ടോ? അള്ളാഹു തആല ചോദിക്കാം. ഈ ആയത്തിലാണ് റസൂലിന്റെ ഒരു പേര് മുഹമ്മദ് എന്ന് അള്ളാഹു ഉപയോഗിച്ചത്. കൃത്യമായിട്ട് അള്ളാഹു തആല പറയാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ തന്നെ മുഹമ്മദ് സൂറത്തിന്റെ 2-ാമത്തെ ആയത്തിലും അല്ലാഹു തആല മുഹമ്മദ് എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്തിന് മുഹമ്മദ് എന്ന പേര്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വആമിനൂ ബിമാ നുസ്സില അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, അല്ലാഹു പറയുന്നു വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്. സത്യത്തിൽ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മേലിൽ ഇറക്കപ്പെട്ട ഖുർആൻ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തവരാണവർ. നല്ല ആളുകൾ. അവിടെ മുഹമ്മദ് എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചു. നബിയെ വിളിക്കല്ല, നബിയെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അല്ലാഹുവിന്റെ തിരുദൂതരുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും ചില ആയത്തുകളിൽ അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അഹ്സാബ് സൂറത്തിൽ നബിയുടെ പേര് അല്ലാഹു പറയുന്നു. അഹ്സാബ് സൂറത്തിൽ ഈ നബിയുടെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് എന്നുള്ള പേര് അല്ലാഹു ഉപയോഗിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമാ. അല്ലാഹു പറയുന്നു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും. മുഹമ്മദ് നബി നിങ്ങളെ കൂട്ടത്തിൽ ഒരാളുടെ പിതാവൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂലും അന്ത്യപ്രവാചകനുമാണ്. അവിടെയും അല്ലാഹു തആല മുഹമ്മദ് എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ആല ഇമ്രാൻ സൂറത്തിൽ, അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിൽ, സൂറത്ത് മുഹമ്മദ്. ഇനി ഫത്ഹ് സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗത്തും അല്ലാഹു എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ പേര് ഉപയോഗിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്
വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. റസൂലിനെ പരിചയപ്പെടുത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. അവിടെയും അല്ലാഹു തആല അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ 4 സ്ഥലങ്ങളിൽ മുഹമ്മദും സൂറത്ത് സഫിലെ 6-ാം വചനത്തിൽ അഹ്മദും ഉപയോഗിച്ചു. ഈ പേര് പറയാതെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഇബ്രാഹിം നബി അല്ലാഹുവോട് ദുആ ചെയ്തത് അൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന കാരണം ഞാൻ വന്നത്, ആ പ്രാർത്ഥന ഞാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ തിരുദൂതർ. അനദഅവതു ഇബ്രാഹിം, സഹോദര ഇബ്രാഹിം നബി അല്ലാഹുവോട് ദുആ ചെയ്തു. എന്നാപ്പത് നമ്മുടെ നബി വരേണ്ട എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലെ വിജനമായ സ്ഥലത്ത് വെച്ച് മഹാനായ പ്രവാചകർ ഇതായിരുന്നു, എന്റെ ശേഷം ഒരു പ്രവാചകൻ, അന്ത്യപ്രവാചകനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അദ്ദേഹം ഇതായിരുന്നു. നമ്മൾ റസൂലിന്റെ മഹത്വം. ഈ റസൂലിന്റെ ഒളിവിനെ അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിച്ചു. എന്നിട്ട് ആ ഒളിവിനെ ആദം നബിയിൽ സന്നിവേശിപ്പിച്ചു. എന്നിട്ട് നല്ല സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന സദ്വൃത്തരുടെ മുതുകിലൂടെ ആ പ്രകാശത്തെ അള്ളാഹു കൊണ്ടുവന്നു. അള്ളാഹു ഖുർആനിൽ ഒരായത്തിൽ പറയുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നവരുടെ മുതുകിലൂടെ അങ്ങ് സഞ്ചരിച്ചതിനെ പറ്റി അള്ളാഹു അറിയുന്നവനാണ് നബിയെ. അങ്ങനെ ആ പ്രകാശത്തെ കൊണ്ടുവന്ന് നോക്കൂ നിങ്ങൾ, എന്റെ കടാഹങ്ങളെ പടക്കാൻ കാരണഭൂതരായ ഈ പ്രവാചകരുടെ ഒളിവിനെ അള്ളാഹു ആദ്യമായി പടച്ചു. എന്നിട്ട് ശുദ്ധാത്മാക്കളുടെ മുതുകിലൂടെ അതിനെങ്ങനെ കൊണ്ടുവന്നു, കൈമാറി ആമിന അബ്ദുള്ള എന്നവരുള്ള ലോകത്തേക്ക് അത് കൊണ്ടുവന്നു. ശുഅറാ സൂറത്തിന്റെ അവസാന ഭാഗത്തുള്ള ഒരു ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് കാണാം. ഈ പ്രവാചകരുടെ മഹത്വം. ആദം നബി പോലും ദുആ ചെയ്തത് ഈ പ്രവാചകന്റെ പേരിൽ. ആലോചിച്ച് നോക്കൂ, ആദം നബി അർശിൽ രേഖപ്പെടുത്തിയത് കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചിന്തിച്ചു നോക്കൂ, അർശിൽ രേഖപ്പെടുത്തിയത് പുണ്യനബി കാണുന്നത്, മഹാനായ ആദം നബി കാണുന്നത് അങ്ങനെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറെ ആരാധനക്കർഹനില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ ഈ റസൂലിന്റെ സ്ഥാനാണത്. അർശിന്റെ അരികെ ഏതാനും തൂണുകളുണ്ടത്ര. അതിന്റെ രൂപം അല്ലാഹുവിനിക്ക് മാത്രമേ അറിയൂ. ഒരു ഹദീസിൽ കാണാം, ഒരാള് ഭൂമിയിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അർശിന്റെ സമീപത്തുള്ള തൂണ് പ്രകമ്പനം കൊള്ളും. അപ്പൊ അല്ലാഹു തആല കൽപ്പിക്കും അത്ര, ആ തൂണുകളോട് അടങ്ങുക. ആ തൂണുകളോട് അടങ്ങാൻ പറഞ്ഞാൽ ആ തൂണുകൾ സംസാരിക്കുമത്രേ, അല്ലാഹുവേ ഞാനെങ്ങനെ അടങ്ങും? ഭൂമിയിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരാൾ ചൊല്ലിയത് കാരണമാണ് ഞാൻ ഈ പ്രകമ്പനം കൊള്ളുന്നത്. അതുകൊണ്ട് റബ്ബേ, അദ്ദേഹത്തിന്റെ തെറ്റുകൾ നീ പുറത്തു കൊടുത്തു എന്ന ഉറപ്പ് കിട്ടാതെ ഞാൻ അടങ്ങില്ല. ആ സമയത്ത് ആ തൂണുകൾക്ക് അല്ലാഹു ഉറപ്പ് കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ, അദ്ദേഹത്തിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തു എന്ന് ഞാൻ ആ സമയത്ത് അല്ലാഹു തൂണുകളോട് പറയുമെന്ന് ഉറപ്പ് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരെ, നമുക്കെന്താ പണി? ഒരു അധ്വാനവുമില്ല, എന്ത് ചെയ്താൽ മതി? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ നാവിന് എപ്പോഴും വരണം. നമ്മൾ അറിയുന്നില്ല, കാണുന്നില്ല. അർശിന്റെ അരികിലുള്ള തൂണൊന്ന് പിടക്കുന്നുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെ നടക്കുന്നു? അള്ളാഹു നമ്മളെ പാപങ്ങളെ പുറത്തു തരാണ്. മനസ്സിൽ തട്ടിയിട്ടിങ്ങനെ ചെല്ലണം, ഒഴുക്കമട്ടിലാണ്. സഹോദര, ഇഖ്ലാസോടുകൂടെ നമ്മുടെ മനസ്സിൽ തട്ടിയിട്ട് നമ്മൾ ചൊല്ലുമ്പോ അത് കാരണം നമുക്ക് നേട്ടം. നമ്മുടെ പോയിന്റ് എന്താ? അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ലോകത്തുള്ള സത്യവിശ്വാസികൾ നിരന്തരം ഉപയോഗിക്കുന്നതാണ് ഈ റസൂലിന്റെ പേര്. നബിയെ, അങ്ങയുടെ കീർത്തിയെ, അങ്ങയുടെ പ്രസിദ്ധിയെ അങ്ങേക്ക് നാം ഉയർത്തി തന്നില്ലയോ? ഇവിടെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ ഈ റസൂലിന്റെ പേര് പറഞ്ഞു. ഈസാ നബിയും മൂസാ നബിയും കൃത്യമായിട്ട് പറഞ്ഞു. ഈസാ നബി കൃത്യമായിട്ട് പറയാണ്, അന്ത്യപ്രവാചകൻ അഹ്മദ് നബി വരും, അതിന് സ്വാഗതം വരിടാനാ ഞാൻ വന്നത്. റസൂലിന്റെ സ്ഥാനം നോക്കൂ, ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന ഒരു പേര്. സഹോദരാ, മോമിനീങ്ങൾ അവിടെയുണ്ടോ? ബാങ്കുണ്ട്. ആ ബാങ്കിൽ അള്ളാനെ പറഞ്ഞാൽ പിന്നെ നബിയാണ് പറയുന്നത്.
അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്ത മനസ്സിൽ നിന്ന് അങ്ങനെ പടച്ചു പോകും. ആഴത്തിൽ ചിന്തിക്കാം. ഒരു ജൂതനുണ്ടായിരുന്നു. അയാള് ബാങ്കില് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അപ്പൊ പറയാത്ര കരിഞ്ഞു പോണം മുഹമ്മദ്. ഖുർആനിൽ ആ കഥ പറയുന്നത്. അവസാനം അള്ളാഹു അവനെ കരിച്ചു. ബാങ്കിനോടും റസൂലിനോടാ കളിച്ചു. അവന്റെ വീട്ടിൽ തീപിടുത്തുണ്ടായി. അവര് കടന്നിറങ്ങുന്ന സമയത്ത് തന്റെ ഭൃത്യന്റെ കയ്യിൽ നിന്ന് വിളക്ക് മറിഞ്ഞു. തീപിടുത്തുണ്ടായി. കരിഞ്ഞുപോയി ആ കുടുംബം ഒന്നായിട്ട്. ബാങ്കിനോട് കളിച്ചത്. ബാങ്ക് നിരോധിച്ചപ്പോ ഇസ്രായേൽ ഉടനെ തന്നെയാണ് തീക്കാറ്റ് വന്നത്. ബാങ്കിനോട് കളിക്കും. ഇപ്പൊ വലിയ കളി ബാങ്കിനോടും ഹിജാബിനോടും ഒക്കെ. ഞാൻ പറയാം, ശേഷം ആയത്ത് വരുന്നുണ്ട് എന്റെ വിഷയം. എന്തായിരുന്നാലും സഹോദര പറഞ്ഞു വന്നത്, ഈ തിരുദൂതർക്ക് അള്ളാഹു നൽകിയ വലിയ സ്ഥാനമാണിത്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ ഇതാ വരുന്നു വരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വേദക്കാർക്ക് നല്ല പിടുത്തം കിട്ടിയത്. ഈ റസൂല് വരുവോളം അവരും പറഞ്ഞു ഒന്നാ ഞങ്ങൾ വിശ്വസിക്കും. അള്ളാഹു താല വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ചില ആയത്തുകളിലൂടെ ഇതിനെ സംബന്ധിച്ച്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അള്ളാഹു പറയുന്നുണ്ട് വേദക്കാരെ പറ്റി. നോക്കൂ, ഉമ്മിയായ റസൂലിനെ പിൻപറ്റിയവരാണ് അവർ. എങ്ങനെ അവർ റസൂലിനെ മനസ്സിലാക്കിയത്? തൗറാത്തിലും ഇഞ്ചിയിലും ഈ റസൂലിന്റെ പേര് എഴുതപ്പെട്ടതായിട്ട് അവർ കണ്ടു. അതുകൊണ്ടാണ് നാം. അപ്പൊ അവർക്കൊക്കെ ശരിക്കും അറിയാമായിരുന്നു ഈ റസൂല് തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ പേര് പറഞ്ഞതുകൊണ്ട് അന്ത്യപ്രവാചകൻ ഒരു കാര്യപ്പെട്ട ആളാണ്. പക്ഷെ പിന്നെ ഈ റസൂല് വന്നപ്പോൾ ഒരു കൂറുമാറാൻ കാരണം അത് ഭൗതിക താല്പര്യങ്ങളാണ്. ഭൗതിക താല്പര്യങ്ങളാണ്. പ്രത്യേകിച്ച് പിന്നെ ക്രൈസ്തവ പണ്ഡിതന്മാർ, വേദക്കാര്, അവർക്ക് ജനങ്ങൾ നല്ല പാരിതോഷികങ്ങൾ കൊടുത്തിരുന്നു. അത്ര നമ്മുടെ നബി വരുന്നത് വരെ ഈ റസൂല് വരുന്ന ഒരു പ്രസംഗിച്ചു നടന്നു. റസൂല് വന്നപ്പോ ഇവർക്കൊരു പേടി, പാരിതോഷികങ്ങളൊക്കെ ആളുകൾ ഇനി ഈ റസൂലിന് കൊടുക്കുമോ. അങ്ങനെ അവസാനം അവരുടെ പണ്ഡിതന്മാർ ആ സത്യം മറച്ചു വച്ചു. ബുദ്ധിയുള്ള ആളുകൾ സ്വീകരിച്ചു. എത്രയോ ആളുകൾ റസൂലിന്റെ അരികിലേക്ക് 70 പുരോഹിതന്മാർ വന്നു. സിറിയയിൽ നിന്ന് ക്രിസ്ത്യാനികൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് നിരന്നിരുന്നു. അവർ റസൂലിനെ കാണാൻ വേണ്ടി വന്നതാണവർ. തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ ഈ റസൂലിന്റെ പേര് പറഞ്ഞതുകൊണ്ട് തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞ ആ റസൂല് ഈ റസൂല് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. അങ്ങനെ റസൂലിന്റെ മുന്നിലിരുന്ന് റസൂലിനെങ്ങനെ വീക്ഷിക്കുകയാണ് അവർ ചോദിച്ചു, അങ്ങേക്ക് ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം അല്ലാഹു നൽകിയില്ലേ? ആ ഖുർആനിൽ നിന്ന് ഒരല്പം ഞങ്ങൾക്ക് ഓതിത്തരുമോ? റസൂല് 70 പുരോഹിതന്മാരുടെ മുന്നിലോതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. യാസീൻ സൂറ ഓതാൻ തുടങ്ങിയതോടുകൂടെ ഈ 70 പുരോഹിതന്മാരുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു വന്നു എന്നാ ചരിത്രം പറയുന്നത്. അവസാനം യാസീൻ സൂറത്ത് മുഴുവനും റസൂലാണ് ഓതിക്കൊടുത്തപ്പോ ഈ 70 ക്രിസ്ത്യാനികൾ, സിറിയയിൽ നിന്ന് വന്ന ഈ സംഘം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇസ്ലാം സ്വീകരിച്ചു. സത്യാന്വേഷികൾക്ക് വെട്ടുന്നുണ്ട്. അതുകൊണ്ടല്ലോ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അബ്സീനയിലേക്ക് ഹിജ്റ പോയി. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ 100 ചില്ലാനം ആടുകൾ കൂടണ്ട്. അവരെ അവിടെ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് അബൂജഹൽ പാരിതോഷികം കൊടുത്തയച്ചു നജ്ജാശി രാജാവിന്. എന്നിട്ട് ഈ 2 പ്രതിനിധികൾ രാജാവിനോട് ചെന്ന് പറഞ്ഞത്, ജഅഫറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെ നിങ്ങൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞേക്കണം. ഇവർ ഞങ്ങളുടെ ശത്രുക്കളാണ്. ബഹുദൈവ വിശ്വാസികളായ ഞങ്ങളുടെ ശത്രുക്കളാണ്. ക്രിസ്ത്യാനികളായ നിങ്ങളുടെയും ശത്രുക്കളാണ്. ആ സന്ദർഭത്തിൽ നജ്ജാശി രാജാവ് അദ്ദേഹം ഒരു നീതിമാനായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. സഹോദര, രാജാവ് അബൂജഹലിന്റെ ആളുകളോട് പറഞ്ഞു, എനിക്കിത് വിശ്വാസമാകണമെങ്കിൽ എനിക്ക് ഈ ജഅഫറിനെ ഒന്ന് കാണണം, അദ്ദേഹത്തോട് സംസാരിക്കണം, അദ്ദേഹത്തിന്റെ ഭാഗം എന്താണെന്ന് നമുക്കറിയണം. ആ സമയത്ത് മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കൊണ്ടുവന്നു. ജഅഫർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കൊണ്ടുവന്നു. ജഅഫർ റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് തന്നെ അബൂജഹലിന്റെ 2 ആളുകൾ പറഞ്ഞു, വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ കഴിയും ഈ ജഅഫർ വലിയ ധിക്കാരിയാ,
അന്ന് രാജാവിന്റെ മുന്നിലെത്തുമ്പോ റുക്കൂഴ് പോലെ വരണം. പക്ഷേ ജഅഫർ റളിയല്ലാഹു അൻഹു അങ്ങനെ വന്നില്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വണങ്ങിയില്ല? ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുജൂദും റുക്കൂഴും ഒക്കെ അള്ളാഹുവിനേക്ക് മാത്രമേ ചെയ്യാവൂ എന്നാണ് മക്കയിലെ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെറുപ്പുണ്ടായിട്ടില്ല. നജാശി രാജാവ് ചോദിച്ചു, ഈസ നബിയെ പറ്റി നിങ്ങളുടെ വിശ്വാസം എന്താ? ഈസാ നബിയുടെ ശത്രുക്കളാണ് ഇവരെന്നാണല്ലോ അബൂജഹലിന്റെ ആളുകൾ രാജാവിനെ ധരിപ്പിച്ചത്. അവരും അടുത്തുണ്ട്. ജഅഫർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പറഞ്ഞു, റൂഹുല്ലാഹി വ കലിമതുഹു അൽഖാഹാ ഇലാ മറിയം. അല്ലാഹുവിന്റെ റൂഹും അവന്റെ കലിമത്തുമാണ്. അള്ളാഹുവിന്റെ റൂഹ് ഈസാ നബി അള്ളാഹിന്റെ റൂഹും അവന്റെ വചനവുമാണ്. അത് മറിയം ബീവിയിലേക്ക് ഇട്ടുകൊടുത്തതാണ്. അതിൽ രാജാവ് ഇവരോട് പറഞ്ഞു, ഇത് തന്നെയുള്ള ഞങ്ങളെ വിശ്വാസം. പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്? ഇവർ ഞങ്ങളെ ശത്രുക്കളാണ്. ആവട്ടെ ജഅഫർ, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് ഓതിത്തരുന്ന വചനങ്ങളിൽ നിന്ന് വല്ലത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അവരല്പം ഓതുന്നു പറഞ്ഞു. അപ്പൊ ഇതാണ് ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാഫ് ഹാ യാ ഐൻ സാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സകരിയ إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. മറിയം സൂറത്തിന്റെ ആദ്യ ഭാഗം കേട്ടതോടുകൂടെ നജാശി രാജാവ് കരഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ മന്ത്രിമാര് കരഞ്ഞുപോയി. ആ സദസ്സിൽ അബൂജഹലിന്റെ 2 പ്രതിനിധികളല്ലാത്തവർ മുഴുവനും കരഞ്ഞുപോയി. ഉടനെ തന്നെ രാജാവ് അബൂജഹൽ കൊടുത്തയച്ച പാരിതോഷികം എടുത്തിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞില്ല, ഇവരെ ഞാൻ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കില്ല. ഇവർക്ക് എന്തായിരുന്നാലും ഞാൻ അഭയം നൽകുന്ന ഒരു സത്യവാനുമാരാണ്. ഇവര് പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് ഈ പാരിതോഷികം നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് കുടിപ്യരായിട്ട് തിരിച്ചു പോരേണ്ടി വന്നു. ഇവിടെ നജാശി രാജാവ് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ഇത് ഖുർആൻ, ആ ഖുർആന്റെ വചനങ്ങൾ സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് റസൂല് പറഞ്ഞില്ലേ, നിങ്ങൾ പോയിക്കോളൂ, ആ രാജാവ് നിങ്ങൾക്ക് സംരക്ഷണം. മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത കഠിന പ്രയാസങ്ങൾ വന്നപ്പോഴാണ് സഹോദര റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരുപാട് സഹോദരങ്ങളെയും സഹോദരിമാരെയും കൊണ്ട് അബസീനിയയിലേക്ക് പോയത്. നമുക്കൊക്കെ വലിയ പ്രയാസം. അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾ നോക്കുന്നു. ആ സത്യത്തിനാണ് വിജയം. പിന്നെ വാശിക്ക് മരുന്നില്ല. ഇവർക്കറിയാത്തത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ തിരുദൂതരുടെ വഴിയാണ് സത്യമെന്ന് ഇവർക്കറിയാത്തത് കൊണ്ടല്ല. കാരണം അത് മൂസാ നബിയുടെ ആളുകളാണെങ്കിലും ഈസാ നബിയുടെ ആളുകളാണെങ്കിലും ഒരു കാലത്ത് ഈ നബിയുടെ പേര് കൊണ്ടാ ഒരു ദ്വാരുന്നത്. അന്നൊക്കെ യുദ്ധം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലുള്ള ആയുധങ്ങളില്ല. നേർക്കുനേരെ ഏറ്റുമുട്ടുന്നതാണ്. സഹോദര, അന്ന് മിസൈലില്ല, അന്ന് ബോംബില്ല, അന്ന് മെഷീൻ ഗണ്ണില്ല, അന്ന് ഇന്നത്തെ സംഗതികളൊന്നുമില്ല. ഇന്നത്തെ ഒന്ന് നേർക്കുനേരെ ഏറ്റുമുട്ടുക. അപ്പൊ അവര് വേദക്കാരൊക്കെ പണ്ട് കാലത്ത് ഏറ്റുമുട്ടുന്നൊരവസ്ഥ വന്നാൽ അവർ അവസാനത്തെ ആയുധം എന്താ അറിയോ? യുദ്ധക്കളത്തിലേക്ക് തൗറാത്ത് കൊണ്ടുവരും. അവർ തൗറാത്തിന്റെ ഒരു കോപ്പി കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ നബി വരുമെന്ന് തൗറാത്തിൽ പറയുന്ന ഭാഗമെടുക്കും. എന്നിട്ട് അഹ്മദ്, മുഹമ്മദ് എന്ന് പേര് പറയുന്ന ആ പേരും അങ്ങനെ വിരല് വെക്കും. എന്നിട്ട് യുദ്ധക്കളത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ അവർ ദുആ ചെയ്യും. എന്ത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖ്ഖി നബിയിക്കല്ലദീ വഅദ്തന അൻ തബ്അസഹു ഫീ ആഖിരിസ് സമാൻ അൻ തൻസുറനൽ യൗമ അലാ അദുവിന. എന്താ അവർ പ്രാർത്ഥിക്കുന്നതിനാദാ, അവസാന കാലത്ത് നീ അയക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ഈ അന്ത്യപ്രവാചകനെ കൊണ്ട്, ഈ പ്രവാചകന്റെ ഹക്ക് കൊണ്ട്. അങ്ങനെ ചോദിക്കുന്നത് മുജാഹിദും ജമാഅത്തൊക്കെ മനസ്സിലാക്കേണ്ടതാ. നബിയുടെ ഹക്ക് കൊണ്ട് ചോദിക്കുമ്പോ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ചോദിക്കും അള്ളാഹുവോട് നേരിട്ട് പോലെ ഒക്കെ നേരിട്ട് തന്നെയാണ്. ഒക്കെ നേരിട്ട് തന്നെയാണ്. അള്ളാഹുവിനോട് നേരിട്ട് തന്നെയാണ്. പക്ഷേ ഉത്തരം വേഗത്തിൽ കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യുന്നു എന്ന് മാത്രം. സഹോദര, ദുആ ചെയ്യുമ്പോ കിബില മുന്നിടൽ നല്ലതാ. എന്തിനാപ്പ വേണം ചോദിച്ചാൽ പോരെന്നാ? അല്ല, കിബിലക്ക് തിരിഞ്ഞ് ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ വേഗത്തിൽ സാധ്യത. ഒതുവോടുകൂടെയാണെങ്കിൽ പ്രത്യേകം സാധ്യത ഉണ്ട്. മക്കത്ത് വെച്ചിട്ടാണെങ്കിൽ പ്രത്യേക സാധ്യത ഉണ്ട്. അർദ്ധരാത്രിക്ക് ശേഷമാണെങ്കിൽ പ്രത്യേക സാധ്യത ഉണ്ട്. അത് അത്താഴത്തിന്റെ സമയത്താണെങ്കിൽ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സാധ്യത ഉണ്ട്. ആ സമയങ്ങൾ അതുപോലെ തന്നെ സ്ഥലത്തിന് അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കൊക്കെ വ്യത്യാസം.
വ്യത്യാസമുണ്ട്. മഴ പെയ്യുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുമത്രേ. അള്ളാന്റെ റഹ്മത്ത് ഇങ്ങനെ കൊഴിഞ്ഞാടുന്ന സമയമാണ്. ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടും. നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടും. എപ്പോ ചോദിച്ചാലും എന്താ നേരെ ചോദിച്ചാൽ പോരെ? അല്ലല്ല, ഓരോ സമയത്തിന് പ്രത്യേകത ഉണ്ട്. എന്നതുപോലെ ദുആന്റെ അഥവാണ് സഹോദര മഹാന്മാരെ കൂട്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ആദം നബി മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ചോദിച്ചത്. ആദം നബിക്ക് വേക്കോ, അതുകൊണ്ടാണ് വേദക്കാര് സഹോദരായി നബിയുടെ പേര് കൊണ്ട് ചോദിച്ചത്. പ്രസ്ഥാനക്കാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസത ഈ പൈതൃകം സ്വീകരിക്കാനുള്ള അവസരം അവർക്കുണ്ടായില്ല. ചിന്തിക്കേണ്ടതാണ്. ഖുർആൻ മുറുക്കി കൊടുക്കുമെന്ന് പറയും വെറുതെ ആളുകളെ പഴപ്പിക്കാൻ. ചിന്തിക്കണം നമ്മൾ. സഹോദര വേദക്കാരി റസൂലിന്റെ ഹക്ക് കൊണ്ട് ചോദിച്ച തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹു ഖുർആനിൽ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ പറയാണ്, ആ വേദക്കാർ സത്യനിഷേധികൾക്കെതിരെ ഈ നബിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വിജയം കിട്ടിയ അവർക്ക് എന്നാണ്. എന്നിട്ട് ഈ നബി വന്നപ്പോൾ കൂറുമാറി. അതാണ് വിഷയം. ഒരു കൂറുമാറാൻ പാടില്ലായിരുന്നു. കാരണം മൂസാ നബിയും ഈസാ നബിയും ഈ നബിയുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇന്നത്തെ ബൈബിളിൽ പോലും പല മാറ്റങ്ങൾ വരുത്തിയിട്ടും ചില സത്യങ്ങൾ അതിലുണ്ട്. അതിൽ ഒരു വരി ഇതാണ്: സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. യോഹന്നാൻ അധ്യായം 16 സൂക്തം 12-14. ഇന്നത്തെ ബൈബിളിൽ കിടക്കുന്നതാണ്. എന്താ പൈല പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇതിനെ പരിഭാഷപ്പെടുത്തിയാ തോന്നിപ്പോയി. നജ്മ സൂറത്തിൽ അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് നബി പഴച്ചിട്ടില്ല, വഴി തെറ്റിയിട്ടില്ല. അല്ലാഹു പറയുന്ന നബിയെ പറ്റി പറയുന്നത് വമാ യൻതിഖു അനിൽ ഹവാ, ദേഹേച്ഛക്കനുസരിച്ച് നബി ഒന്നും സംസാരിക്കില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, തനിക്ക് വരുന്ന വഹ്യിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കൂല. ഇന്നത്തെ ബൈബിളിൽ യോഹന്നാൻ 16:12-14 പറയുന്നത് എന്താ? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും, നോക്കൂ, സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സത്യം ഇവർക്കും അംഗീകരിച്ചാൽ മതി. പിന്നെ സത്യം വളരെ കൂടുതലുള്ള യേശുക്രിസ്തുവിന്റെ ഒരു ശിഷ്യൻ എഴുതിയ ബൈബിള് വായിക്കാനുള്ള അധികാരമൊന്നുമില്ല. ബർന്നബാസ് വത്തിക്കാനിൽ അത് അടച്ചിട്ടിരിക്കുകയാണ്. ചില്ലിന്റെ അലമാരയിൽ. എറണാകുളത്ത് വെച്ച് ക്രിസ്ത്യാനികളുമായി സംവാദത്തിലെന്ന് ശംസുൽ ഉലമ പറഞ്ഞതാ, ഞങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് നിങ്ങളെ ബൈബിളിലുണ്ട്. ബർന്നബാസ് ബൈബിള് തുറന്നു നോക്കണം, വത്തിക്കാനിലുണ്ടാവും. പക്ഷെ അത് തുറക്കാൻ ചിലപ്പോൾ നിങ്ങളെ സമ്മതിക്കൂല. അന്ന് ക്രൈസ്തവരുടെ കൂട്ടത്തിൽ ആ സംവാദത്തിന് നേതൃത്വം കൊടുത്തത് ഫാദർ ജോൺ മുണ്ടക്കനായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എന്തുകൊണ്ട്? ശംസുൽ ഉലമയുടെ ഓഡിയോ കാസറ്റുമായി വത്തിക്കാനിൽ പോയി. ചിന്തിക്കണം. ഫാദേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഫാദർമാരെ സംഘടനയുടെ സെക്രട്ടറിയാ. ശംസുൽ ഉലമ പറഞ്ഞത് സത്യമാണെന്നറിയാൻ വത്തിക്കാനിൽ പോയി. വത്തിക്കാനിൽ സ്ഥിരമായിട്ട് 3 കൊല്ലം കഴിയുമ്പോൾ പോകുന്നവരാണ് അവർ. ബിഷപ്പ് സഹോദരായ ഇയാള് പോയി പറഞ്ഞതുപോലെ ചോലിന്റെ അലമാരയിൽ ബർന്നബാസ് ബൈബിള് കണ്ടു. ചോദിച്ചു, അത്രേ, സമ്മതിച്ചില്ല. ശംസുൽ ഉലമ ചോദിച്ച ചോദ്യങ്ങൾക്ക് സഹോദര അവിടെ വെച്ച് അവരുടെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മറുപടി കൊടുത്തില്ല. ഇത്തരം സംവാദങ്ങളിലൊന്നും ഏർപ്പെടരുത് എന്നാണ് അത്രേ അവർക്ക് കിട്ടിയ വിവരം. ഫാദർ ജോൺ മുണ്ടക്കൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അദ്ദേഹം എഴുതിയ പുസ്തകം, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് മുസ്ലിയാക്കളെ കണ്ട ഭയങ്കര വെറുപ്പായിരുന്നു, ഭയങ്കര വെറുപ്പും പുച്ഛമായിരുന്നു. മുസ്ലിങ്ങളെ കണ്ടാൽ പൊതുവെ, പ്രത്യേകിച്ചും മുസ്ലിയാക്കന്മാരെ കണ്ടാൽ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു, ഹാലളവ്, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ശംസുൽ ഉലമ സംവാദത്തിന് വന്നപ്പോൾ ഭയങ്കര പുച്ഛം തോന്നിയിരുന്നു. പിന്നല്ലേ ഒറിജിനൽ സുറിയാനിയിൽ അദ്ദേഹം സംസാരിച്ചപ്പോഴല്ലേ ഖദർ മനസ്സിലായത്.
ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കണ മനുഷ്യൻ ഇബ്രാഹിം എന്ന പേര് സ്വീകരിച്ചു. അള്ളാഹു ശംസുലുലമയുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മൾ കൊല്ലം ഭാഗ്യമുള്ളവരാണ്. ഇപ്പൊ ഞാൻ പറയുന്ന സഹോദര, ബർണ്ണബാസ് ബൈബിളിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. പക്ഷെ ആ സത്യങ്ങൾ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. നമ്മളെ പോലല്ല ഇവരൊന്നും. നമുക്ക് നോക്കി നിങ്ങൾ ഖുർആൻ എത്ര അന്തസ്സോടുകൂടെ ഉയർത്തി കാണിക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും. നോക്കൂ, മദീനയിൽ നിന്ന് അച്ചടിച്ച മുസാഫാണ് എന്റെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആന്റെ ഈ കോപ്പി. ഇത് മദീനയിലെ അറിയപ്പെട്ട പ്രസിൽ നിന്ന് അച്ചടിച്ചതാ. ഇത് സൗദി ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ഇറക്കിയത്. സഹോദര, ഇതുപോലെയുള്ള മുസാഫുകൾ ലോകത്തിന്റെ ഏത് ഭാഗത്തും. ഇനി നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രസിൽ അച്ചടിച്ചതാണെങ്കിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വിശുദ്ധ ഖുർആൻ ഒരുപോലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയിൽ ഉപയോഗിക്കുന്നതും അമേരിക്കയിൽ ഉപയോഗിക്കുന്നതും സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്നതും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതും ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഖുർആൻ ഒരുപോലെ ഉപയോഗിക്കുന്നു. അള്ളാഹു ഇറക്കിയ തനതായ ഭാഷയിൽ വേറെ ഏത് ഗ്രന്ഥമുണ്ട്? ബൈബിൾ. മലയാളത്തിന്റെ മണ്ണിൽ അത് മലയാളത്തിലാ, തമിഴ്നാട്ടിൽ അത് തമിഴിലാ, കർണാടകയിൽ അത് കന്നഡയിലാ, ലണ്ടനിൽ അത് ഇംഗ്ലീഷിലാ. അതിന്റെ യഥാർത്ഥ കോപ്പിയോടെ ലോകത്തെ ഒട്ടുമിക്ക ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട് വിശുദ്ധ ഖുർആൻ. അതൊക്കെ വിവർത്തനങ്ങൾ, പരിഭാഷകൾ. ഒറിജിനൽ കോപ്പി ഇതാ. പള്ളി വ്യത്യാസമില്ലാതെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഒഴിവാക്കുക എന്ന സഹോദര ഒരു മുസ്ലിം സംഘടനയും യോഗം ചേർന്നിട്ട് ഫത്വ കൊടുക്കുന്നുണ്ടോ? ഒരായത്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒരു വിഷയം കൂട്ടണം, ഒരു ഭേദഗതി വേണമെന്ന് ഒരിക്കലും ആവശ്യമില്ല. എന്തുകൊണ്ട്? 3 കാലങ്ങളെ സംബന്ധിച്ചും കൃത്യമായി അറിയുന്ന അല്ലാഹു അവൻ സംവിധാനിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആനിനെ നാം ഇറക്കി, അതിനെ നാം തന്നെ സംരക്ഷിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഖുർആനെ നാം ഇറക്കിയതാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് സത്യം നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഏതാളുകൾക്കും കാര്യങ്ങൾ ബോധ്യം വരും, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ നബി തന്റെ ജനതയോട് പറഞ്ഞത് എടുത്തുദ്ധരിക്കുകയാണ്. ഞാൻ വന്നത് എന്റെ ശേഷം ഒരു പ്രവാചകൻ വരും, അഹ്മദ് നബി. ആ വരവിനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഈ നബി മാത്രമാണ്. കാരണം അഹ്മദ് എന്ന പേരിൽ വേറെ ഒരു പ്രവാചകനുമില്ല. പക്ഷേ ഈ റസൂല് വന്നപ്പോഴോ വ്യക്തമായ രേഖയുമായി റസൂല് വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ജാലവിദ്യയാണ്, കൺകെട്ടാണ്. എല്ലാ കാലത്തും അങ്ങനെ. സഹോദര, ഒരു പപ്പടം 2 മീറ്റർ അപ്പുറത്തൊരു പപ്പടം വെച്ച് അതിന് നേരെ നമ്മളൊരു വിരലുയർത്തിയാൽ അതിനെ പിളർത്താൻ പോലും നമുക്ക് കഴിയില്ല. എങ്കിൽ അല്ലാഹുവിന്റെ തിരുദൂതരോട് ശത്രുക്കൾ പറഞ്ഞത് എന്താ? ആ ചന്ദ്രനെ 2ആക്കി പിളർത്തി കാണിച്ചാൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാം എന്നാ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. റസൂല് തന്റെ ശറഫാക്കപ്പെട്ട വിരലുയർത്തി, അതോടുകൂടെ ചന്ദ്രൻ 2ആയിട്ട് പിളർന്നു. നോക്കൂ, അപ്പൊ ആ ജനത പറഞ്ഞത് ഇത് ജാലവിദ്യയാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ ജനത പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കാം. ഒരു വലിയ ഭീമാകാരമായ പാറ കാണിച്ചു കൊടുത്തു. ആ പാറയുടെ ഉള്ളിൽ നിന്ന് അന്തർഭാഗത്തു നിന്നൊരു ഒട്ടകത്തെ താങ്കൾ പുറത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം. പ്രവാചകനായ സ്വാലിഹ് നബി പറഞ്ഞു, എന്നാ നോക്കിക്കോളൂ. അപ്പോൾ ഇവർ ഡിമാൻഡ് കൂട്ടി. ഒട്ടകം വന്നാൽ പോരാ, നല്ല ഭീമാകാരമായൊരു ഒട്ടകം, ഒരു വലിയ ഒട്ടകം, ഗർഭിണിയായൊരു ഒട്ടകം ആ പാറന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. അപ്പൊ ഇവർ പറഞ്ഞത് ജാലവിദ്യയാണ്, സിഹറാണ്, ഇതെന്തോ മായാചാരമാണ്. എല്ലാ കാലത്തും അങ്ങനെ തെളിവ് കാണിച്ചു കൊടുത്താൽ അവരങ്ങനെ പറയും. ഇന്നെ ചെയ്താൽ ഞങ്ങൾ വിശ്വസിക്കാന്ന് പറയും. കാണിച്ചു കൊടുത്താൽ ഒരു ജാലവിദ്യയാണെന്ന് പറയും. യഥാർത്ഥല്ല. അല്ലാഹുവിന്റെ മേലിൽ കളവിനെ വ്യാജമായി കെട്ടിച്ചമക്കുന്നവനേക്കാൾ വലിയ അതിക്രമി ആരാണ്? അവനാണ് വലിയ അതിക്രമി. അവനാകട്ടെ വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം,
അവൻ ഇസ്ലാമിലേക്ക് വിളിക്കപ്പെടുന്നവനാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അതിക്രമകാരികളായ ഒരു ജനതയ്ക്ക് അല്ലാഹു ഒരിക്കലും മാർഗദർശനം നൽകില്ല. അറിയാത്തത് കൊണ്ടല്ലോ അള്ളാഹിന്റെ വിശുദ്ധ ഇസ്ലാമിലേക്ക് വിളിക്കപ്പെടുന്ന സമയം അവൻ എന്ത് ചെയ്യാണ്? അതിനെ എതിർക്കുന്നു, അതിനെ വ്യാജമാക്കുന്നു, അതിനെ തള്ളിക്കളയുന്നു. അവനേക്കാൾ വലിയ അതിക്രമിയാരാണുള്ളത്? പക്ഷേ യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു പറയുന്നു, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്. അവർ അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഉദ്ദേശിക്കുന്നു. ബിഅഫ്വാഹിഹിം, അവരുടെ വായകളെ കൊണ്ട്. വല്ലാഹു മുത്തിമ്മു നൂരി, പക്ഷേ അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ. സത്യനിഷേധികൾ അതിനെ വെറുത്താലും ശരി. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഒരിക്കൽ റസൂലുള്ളാഹിക്ക് ഏതാനും ദിവസം വഹ്യ് മുറിഞ്ഞുപോയി. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് വഹ്യ് മുറിഞ്ഞുപോയപ്പോ അപ്പൊ ചില ആളുകൾ പറഞ്ഞു, മുഹമ്മദാകുന്ന പ്രകാശം അണഞ്ഞുപോയി, മുഹമ്മദാകുന്ന പ്രകാശം അണഞ്ഞുപോയിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് അല്ലാഹു പറയുന്നു, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അല്ലാഹുവിന്റെ പ്രകാശത്തെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു, പക്ഷെ അത് നടക്കില്ല. വല്ലാഹു മുത്തിമ്മു നൂരി, അല്ലാഹു തന്റെ പ്രകാശത്തെ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അവിടെ നബിയുടെ സ്ഥാനം മനസ്സിലാക്കണം. മുഹമ്മദാകുന്ന വെളിച്ചം അണഞ്ഞുപോയി എന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോ അല്ലാഹു പറയുന്നു, അതൊക്കെ അവരുടെ വ്യാമോഹ, അവർക്ക് മനസ്സിലാഗ്രഹമുണ്ട്, ഇതൊക്കെ ഒന്ന് പൊളിയണമെന്ന്, ആ പ്രകാശം ഒന്ന് അണയണമെന്ന്. പക്ഷെ അത് നടക്കൂല. ഒരു ശ്രമിക്കും അതിനെ അണച്ചു കളയാൻ. അതാണ് അള്ളാന്റെ പ്രകാശത്തെ വായ കൊണ്ട് ഓതിക്കെടുത്താൻ അവർ ശ്രമിക്കും, പക്ഷേ അത് ഒരിക്കലും നടക്കൂല. ഏതുപോലെ റസൂലൊരു പ്രകാശമാണ്, അള്ളാന്റെ പ്രകാശം എന്നാണ് നബിയെ പറ്റി പറഞ്ഞത്. അള്ളാന്റെ പ്രകാശം നബിന്റെ മഹത്വമാണ്. റസൂലാകുന്ന പ്രകാശം കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ. സഹോദര, സൂര്യപ്രകാശത്തെ അണച്ചു കളയാൻ 15 കോടി കിലോമീറ്റർ അകലെ കിടക്കുന്ന സൂര്യനെ, അതിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാൻ ഭൂമിയിൽ വെച്ച് ഒരാൾ മേൽപോട്ടി നോക്കി ഊതിയാൽ ആ ഊത്തിന്റെ അർത്ഥം എന്താ? നടക്കോ? ഒരാളെ ഉച്ച നേരത്ത് നിന്നിട്ട് ഊതാണ്. എന്റെ സുഹൃത്തെ ഊതുന്നത്, ഞാൻ സൂര്യൻ കെട്ടുപോകാൻ നോക്കുകയാണ്, ഞാൻ ഊതിക്കോ, അഥവാ കെട്ടാലോ ഉണ്ടോ? ഇല്ല സഹോദര. എന്തുകൊണ്ട്? 1 മീറ്റർ അപ്പുറത്തുള്ള ഒരു മെഴുകുതിരി കത്തിച്ച് 1 മീറ്റർ അപ്പുറത്ത് വെച്ച് ഊതിയിട്ട് കെടുത്താൻ കഴിയാത്തവൻ സൂര്യപ്രകാശത്തെ എങ്ങനെ കെടുത്തിക്കളയും? എന്നതുപോലെ സഹോദര, എന്നതുപോലെ റസൂലാകുന്ന പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആർക്ക് കഴിയും? ചിലർക്ക് തോന്നുക ഇതൊക്കെ ഇല്ലാതാക്കാൻ കഴിയും. റസൂലിനെയും ഖുർആനെയും ഇസ്ലാമിനെയൊക്കെ ഇവിടെ അള്ളാന്റെ നൂറ് എന്ന് പറഞ്ഞാൽ യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ നൂറ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്ന 3 കാര്യ. 1 നബി, 2 ഖുർആൻ, 3 ഇസ്ലാം. ഒക്കെ പരസ്പര പൂരകങ്ങളാണ്. ഇസ്ലാമിനെ ഇല്ലാതെയാക്കാൻ, ഖുർആനിനെ ഇല്ലാതെയാക്കാൻ, ഈ റസൂലിനെ ഇല്ലാതെയാക്കാൻ. ഇസ്ലാമിനെ ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ സഹോദര, ഇസ്ലാമിക സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിപ്പോ വലിയ ഒരു പ്രശ്നം നമ്മുടെ പെണ്ണുങ്ങൾ ശിരോവസ്ത്രം ധരിച്ചാലാണെന്ന് തോന്നിപ്പോ അല്ലേ? ഗാന്ധിജിന്റെ നാട്ടിലാണ് സഹോദര, ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് കേരളത്തിൽ നിന്ന് പോയ 3 വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബഹുമാനിക്കപ്പെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇളിഭ്യരായത് സംഘികളാണ്. എന്തുകൊണ്ട്? നമ്മുടെ സഹോദരിമാര് മഫ്ത അഴിക്കില്ല എന്ന് പറഞ്ഞപ്പോ അതിന് തയ്യാറല്ല, അത് ഞങ്ങളെ മതപരമായ വിഷയമാണെന്ന് പറഞ്ഞപ്പോ അവരുടെ കൂടെ നിന്നു കേരളത്തിൽ നിന്ന് പോയവർ. കേരളത്തിന്റെ സ്വഭാവം അതാണ്. അമുസ്ലിം സഹോദരിമാര് പഞ്ചായത്ത് പ്രസിഡന്റുമാർ നമ്മുടെ സഹോദരിമാരുടെ കൂടെ ഒപ്പം നിന്നു. അതോടുകൂടെ ഇവര് വഷളായി, വടിയായി എന്ന് പറയുന്നു. അഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്താ മുസ്ലിം സഹോദരിമാര് തട്ടട്ടവർക്ക്? എന്താ അവർക്ക് ഇത്ര വലിയ പ്രശ്നം? എന്താ ഒരു ഹിജാബ് കൊണ്ട്? ഈ സംഘികൾക്ക് മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന 2 സഹോദരിമാർ, ഒരു അസ്മയും ഒരു സമീറയും.
സമീറ ബെൽജിയത്തുകാരിയാണ്, ഫ്രാൻസുകാരിയാണ് അസ്മ. രണ്ടുപേരും ജോലിയെടുക്കുന്ന കമ്പനികളിൽ നിന്ന് അവർ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചു. യൂറോപ്യൻ യൂണിയൻ പരമോന്നത നീതിപീഠത്തെ സമീപിച്ചു ഈ രണ്ട് സഹോദരിമാർ. പക്ഷെ നീതിപീഠത്തിൽ നിന്ന് വന്നത് ശിരോവസ്ത്രം ഒഴിവാക്കണമെന്ന് കമ്പനിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞത് അതാണ് ശരിയാണ്, അതിനുള്ള അധികാരം അവർക്കുണ്ട്. ഇതാണ് കോടതിയുടെ. സഹോദരാ, നിങ്ങൾ നോക്കൂ, നമ്മുടെ രണ്ട് സഹോദരിമാര് ശിരോവസ്ത്രം ധരിച്ചപ്പോൾ എന്തേ ഫ്രഞ്ചുകാർക്ക് ഇത്ര തലവേദന? ബെൽജിയത്തുകാർക്ക് എന്താ ഇത്ര വലിയ തലവേദന? ഇങ്ങനെ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഇസ്ലാമിക സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ, അതാണ് സഹോദര ശിരോവസ്ത്രത്തിനെതിരെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ചിലർ ഉറഞ്ഞു തുള്ളുന്നത്. ഫ്രാൻസിൽ അതാണ് പ്രശ്നം, ഓസ്ട്രേലിയയിൽ അതാണ് പ്രശ്നം, അമേരിക്കയിൽ അതാണ് പ്രശ്നം. പറ്റിയ ഭരണാധികാരികളാ ട്രംപിനെ പോലെ. ചിന്തിക്കണം നമ്മൾ. ഇപ്പൊ ഇന്ത്യയിൽ ഗുജറാത്തിൽ സംഭവിച്ചതിന്റെ ശേഷം ഇവർ വ്യാഖ്യാനം കൊടുത്ത എന്താ? കറുത്ത മഫ്ത ആയതുകൊണ്ട് അവർ പ്രധാനമന്ത്രിക്കെതിരെ അത് വീശാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്, സുരക്ഷന്റെ ഭാഗമായിട്ടാണ് തടഞ്ഞതെന്ന്. രണ്ട് പെണ്ണുങ്ങളെ അടിച്ചു കയറിയിട്ട് പ്രധാനമന്ത്രി ഈ മഫ്ത മിന്നിയിട്ട്, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാം? സഹോദര, കറുത്ത മഫ്തയല്ലെങ്കിലും കറുത്ത ഷാളിട്ട എത്ര പെണ്ണുങ്ങൾ ആ സദസ്സിൽ പറഞ്ഞു. അതൊക്കെ മിന്നൂല. അങ്ങനെ ഇനി ഷാളല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ധരിച്ചു വന്നവരാണല്ലോ പലരും. അല്ലെങ്കിൽ ഒന്നും ധരിക്കാതെ വരണം. എന്താ അതിന്റെ അർത്ഥം? എന്ത് വ്യാഖ്യാനാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തൊരു സദസ്സിലാണ് തോന്നിയാസം നടന്നു. ഇതൊന്നും നമ്മൾ വിട്ടുകൊടുക്കാൻ കഴിയുന്ന സംഗതിയല്ല. തിരക്കിടില്ല, ഇതൊക്കെ ഇവരുടേതാണ്. നമ്മളിങ്ങനെ ഒരു ഔദാര്യം അത് സ്വീകരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഒന്നല്ല. ഇതാരുടെയും തറവാടൊന്നുമല്ല. തറവാടാണെങ്കിൽ എല്ലാവരുടെയും തറവാടാണ്. ഇത് എല്ലാവരുടേതും കൂടിയാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് സഹോദര. ഇസ്ലാമിക സംസ്കാരം, ആ ഇസ്ലാമിക സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ അതിനാണ് സഹോദര ശ്രമിക്കുന്നത്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്, അള്ളാന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വ്യാഖ്യാനം സഹോദര ഇസ്ലാം, അള്ളാന്റെ പ്രകാശം ഇസ്ലാം. ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ഊതിക്കെടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ അതൊന്നും നടക്കൂല. ചിലർ ബാങ്കിനെതിരെ, ഇസ്രായേലിൽ ഇപ്പൊ അങ്ങനെയാണ്, ഇസ്ലാമിന്റെ ചിഹ്നമായ ബാങ്ക് വിളി നിരോധിക്കുക, ലൗഡ് സ്പീക്കറിലൂടെ ബാങ്ക് കൊടുക്കുന്നതിനെ നിരോധിക്കുക, ചിഹ്നത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. ബാങ്കെങ്ങാനും പരസ്യമായിട്ട് കൊടുത്താൽ നല്ല ഒരു സംഖ്യ അവർ ഫൈൻ അടക്കണമെന്നാണ്. നല്ല ഒരു $, നല്ലൊരു സംഖ്യ വരും. ഉറക്കെ ബാങ്ക് വിളിക്കാൻ തടസ്സമുണ്ടാക്കുക. ചിലയിടത്ത് ബീഫാണ് പ്രശ്നം. നമുക്ക് ഉളുഹിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ബീഫ് പാടില്ല. എന്തിനാണ് ഇതൊക്കെ? ഈ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനുള്ള ശ്രമമാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞതോ അല്ലാഹു മുത്തിമ്മു നൂരി. രണ്ട് പെണ്ണുങ്ങളെ മഫ്ത അടിപ്പിച്ചാൽ ഇവിടെ 2000 പെണ്ണുങ്ങൾ മഫ്താനാ തുടങ്ങും. ഇത് വിജയിപ്പിച്ചു തരാം. നമ്മളൊക്കെ ചിന്തിക്കണം. ചില മുതലാളിമാർക്ക് തന്റെ മക്കളെ ഹിജാബ് ധരിപ്പിക്കാനും മടിക്കണ്ട. മുതലുണ്ടെന്നൊരു കാര്യം ഉണ്ടാവില്ല. വിദ്യാസമ്പന്നരായ ചില ആളുകൾക്ക് തോന്നാണ് ഞങ്ങളൊന്നും അതിന് മാത്രം അല്ല തോന്നണ്ട. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. നബിയെ, താങ്കൾ താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺകുട്ടികളോടും മുഴുവൻ മുഅ്മിനീങ്ങളുടെ പെണ്ണുങ്ങളോടും പറഞ്ഞോളൂ, അവർ അവരുടെ മൂടുപടവയെ താഴ്ത്തിയിടട്ടെ. ഹിജാബ് ധരിക്കാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളോടും ഖുർആൻ ആഹ്വാനം ചെയ്യണം. നമ്മൾ അവിടെ പിടിച്ചാൽ ശത്രുക്കളെ എന്ത് വിചാരിച്ചു നോക്കേണ്ട ഭയം നമുക്കില്ല. എന്തെങ്കിലും ഇനിയൊക്കെ ആ വിഷയത്തിലൊക്കെ ഉറച്ചു നിൽക്കണം. എന്തിനല്ല? ആരെയും സഹോദര പ്രകോപിതരാക്കാനല്ല. സ്വർഗത്തിന്റെ മണം പോലും സഹോദര ഔറത്ത് മറക്കാത്ത പെണ്ണുങ്ങൾക്ക് ലഭിക്കില്ല. അതാണ് നമ്മൾ ഔറത്ത് മറക്കുന്നത്. കന്യാസ്ത്രീകൾ തട്ടമിടുന്നില്ലേ? മുസ്ലിം സഹോദരിമാർ, നമ്മുടെ സഹോദരിമാർ മഫ്ത ധരിക്കുന്നത് പോലെ കന്യാസ്ത്രീകൾ മുടി മറക്കുന്നില്ലേ? എന്താ വ്യത്യാസം? വസ്ത്രത്തിന്റെ കളറിന് വേണമെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. ഒരേപോലല്ലേ? എന്താ എതിർക്കാത്തത്? പഞ്ചാബിൽ നോക്കൂ നിങ്ങൾ, പോലീസുകാര് പോലും തലമറക്കുന്നില്ലേ?
സാധാരണ പോലീസ് തൊപ്പി ഒഴിവാക്കി സിഖ് മതത്തിൽ വിശ്വാസമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ മതം പറയുന്നത് പോലുള്ള തലയെക്കെട്ടല്ലേ കെട്ടുന്നത്. ഇന്ത്യയിലുള്ളത് അങ്ങനെ വേണ്ടത്. ചെറിയ ന്യൂനപക്ഷമായ സിഖ് മത വിഭാഗങ്ങൾക്ക് ഒരു ഉറച്ചു നിൽക്കുന്നത് നോക്കും. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹം തലമറക്കാത്തൊരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. സിഖ് മതത്തിൽ വിശ്വസിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗ് തലമറക്കാത്തൊരു ഫോട്ടോ എവിടെങ്കിലും ഇല്ലില്ല. അയാളെ തല എങ്ങനെ അറിയില്ല. ആ തലകെട്ട് എപ്പോഴും ഐഡന്റിറ്റി കാത്തു. ഇതുപോലെ ഇന്ത്യയിലുള്ള മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടേ? ദലിതരോടെ പീഡിപ്പിക്കപ്പെടാണ്, ആദിവാസികളെ പീഡിപ്പിക്കപ്പെടുക അല്ലേ? ചില സഹോദരങ്ങളൊക്കെ കൊല്ലപ്പെട്ട ചില വിദ്യാർത്ഥികളൊക്കെ എഴുതി വെച്ചതെന്താ? ജന്മം ഇങ്ങനെയായി, അതുകൊണ്ട് രക്ഷയില്ലാതായി. മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ല പ്രയാസപ്പെടുന്നത്, ദലിതർ പ്രയാസപ്പെടുന്നുണ്ട്, ആദിവാസികൾ പ്രയാസപ്പെടുന്നുണ്ട്, ജാതീയതയുടെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവരുണ്ട്. എല്ലാവരുടെ കൂട്ടായ്മയും വേണ്ടി വരും. ഞാൻ പറയുന്നത് സഹോദര, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ വിശുദ്ധ ദീന് പറയുന്നത് പോലെ ജീവിക്കാൻ എന്താ തടസ്സം? അതുകൊണ്ട് വേറെ ആർക്കും ഒരു മതവിശ്വാസിക്കും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരൂല, ഒരു ബുദ്ധിമുട്ടും വരില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഇന്നിവിടെ നടക്കുന്ന ഒച്ചപ്പാടും ബഹളവും കേട്ടാൽ സഹോദര നോക്കൂ, ഒരു ഹിജാബിനെതിരെ അപ്പൊ ഇവർക്ക് എത്രമാത്രം പ്രയാസം വരുന്നുണ്ട് മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുമ്പോൾ. കാരണം എന്താ? അത് മുസ്ലിം സ്ത്രീയെ വേർതിരിച്ചറിയാനുള്ള അടയാളാണ്. ഒരു മുസ്ലിം സഹോദരിയെ വേർതിരിച്ച് അറിയാനുള്ളൊരടയാളാണ് മാന്യമായിട്ട് നടക്കുമ്പോൾ. ഒരു മുസ്ലിം സഹോദരി മാന്യമായ വേഷം ധരിച്ച് നടക്കുന്നുണ്ട്, ഇവൾക്കെന്താ പ്രശ്നം, ഇവനിക്കെന്താ പ്രശ്നം? അങ്ങനെ ഒരു വസ്ത്രം വേണ്ട എന്ന് തീരുമാനിക്കുന്നവർക്ക് വേണ്ട, പക്ഷെ വേണം എന്ന് തീരുമാനിക്കുന്നവരെ എന്തിനു തടയണം? ഇത് നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഇവിടെ എഴുത്തുകാരും ബുദ്ധിജീവികളും ചിന്തകന്മാരൊക്കെ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പമാണ്. മറുഭാഗം ചെയ്യുന്നത് ഒക്കെ നമ്മളെപ്പോലെ തന്നെ ആകണമെന്ന് പറഞ്ഞ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് തെമ്മാടിത്തരമാണ് എന്ന് പറയുന്നവരാണ് ബുദ്ധിയുള്ളവരൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അപകടങ്ങൾക്ക് നമ്മളെ കാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഹുവല്ലദീ അർസല റസൂലഹു എന്ന് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരു പ്രവാസി സഹോദരനാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചായക്ക് ചെലവ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല സഹോദരന്റെ ജോലിയിലും മറ്റും അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ, സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മുടെ മാസത്തിൽ നടക്കുന്ന സ്വലാത്തും മജ്ലിസുന്നൂറും ഇന്ന് മഗ്‌രിബിന് ശേഷം മദ്രസയിൽ വെച്ച് നടക്കും. അയ്യൂബ് സഖാഫി പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് വിജയിപ്പിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. فاعلم أنه لا إله إلا الله لا إله إلا الله لا إله إلا الله